ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഫോളിംഗ് ടു യുവർ വേൾഡ് എന്ന് പറഞ്ഞ സൂപ്പർ റൊമാൻറ്റിക് സയൻസ് ഫിക്ഷൻ ചൈനീസ് ഡ്രാമയാണ്. ആകസ്മികമായി ഗെയിം ലോകത്ത് പെട്ടുപോകുന്ന ഗെയിം ആർട്ടിസ്റ്റായ ആൻമയും ഗെയിമിലൊരു കഥാപാത്രമായ ലൂട്ടിങ്ങും തമ്മിലുള്ള പ്രണയഗാഥയാണ് ഈ ഡ്രാമയിൽ പറയുന്നത്. ഗെയിമിൽ ആ കഥാപാത്രത്തിനെ ഉണ്ടാക്കിയ ആൾക്ക് തന്നെ ആ കഥാപാത്രത്തോട് ഇഷ്ടം തോന്നിയാലോ, പ്രണയം തോന്നിയാലോ, പിന്നീട് ആ ക്യാരക്ടറിനെ കൊല്ലാനായിട്ട് അവൾ ശ്രമിക്കും. ആരെങ്കിലും ശ്രമിച്ചാൽ തന്നെ അവൾ അതിനെ വെറുതെ വിടും. എന്തായാലും നമുക്ക് ഈ ഡ്രാമയിൽ എന്താ പറയുന്നതെന്ന് വിശദീകരിച്ച് കേൾക്കാവേ. അപ്പൊ നമുക്ക് നേരെ ഡ്രാമയിലോട്ട് പോകാം. ഡ്രാമയുടെ തുടക്കം തന്നെ ലൂത്തിങ് ആണെന്ന് വെച്ചാൽ അവന്റെ ഇന്നത്തെ പ്ലാൻസ് എന്തൊക്കെയാണെന്ന് വായിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് അവനക്കൊരു കോൾ വരുന്നത്. ആ കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് തന്നെ അവൻ പുറത്തേക്ക് എടുക്കുന്നുണ്ട്. ചുറ്റും ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്നുണ്ടെങ്കിലും ചുറ്റും ആരെയും കാണാനില്ലാതെ അവൻ ഭയങ്കര കൂളായിട്ട് നിൽക്കാണ്. അത് തിരിയുമ്പോഴാണ് ഒരു വെടിയുണ്ട അവനക്ക് നേരെ വരുന്നത് കാണുന്നത്. അങ്ങനെ അവന്റെ നെഞ്ചിലേക്ക് തറച്ചു വീഴുന്നുണ്ട്. അങ്ങനെ അവൻ അവിടെ കിടന്ന് കൊല്ലപ്പെടാണ്. ഗെയിം ഓവർ. ഇങ്ങനെ ആ ഗെയിം അവസാനിപ്പിക്കണമെന്നായിരുന്നു ആ ഒരു ഗെയിം കമ്പനിയുടെ പ്ലാൻ. ഈ കമ്പനിയുടെ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ മെയിൻ ആയിട്ടുള്ള ഫാങ് പറയാണ് ലൂത്തിങ് എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടർ, ഗെയിമിലെ ക്യാരക്ടർ ആയിരുന്നു അത്. ആ ഒരു ക്യാരക്ടറിനെ കൊണ്ട് ഇപ്പൊ വലിയ പോപ്പുലാരിറ്റി ഒന്നുമില്ല, നമ്മുടെ റേറ്റിംഗ് ഒക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവൻ ഇതിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യണം, വേണ്ടാന്ന് വെക്കുന്നതാണ് നല്ലതെന്ന് അവൾ പറയുന്നുണ്ട്. എല്ലാവരും അതിനോട് യോജിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ കഥാനായിക ആൻമൈ മാത്രം അതിനെ ഒപ്പോസ് ചെയ്തിട്ട് പറയാണ് അവനെ കൊല്ലാൻ പറ്റില്ല, അവനെ കൊല്ലണ്ട, കുറെ ഗേൾസ് ഫ്രണ്ട്സ് ഒക്കെ അവൾക്ക് ഉള്ളതാണ്, നമുക്ക് ഈ സ്റ്റോറി ഒന്ന് മാറ്റി നോക്കിയാലോ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഫാങ്ങിനാണെന്ന് വെച്ചാൽ അവൾ ഈ പറഞ്ഞത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോണ്ട് നീ നിന്റെ പണി മാത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ അവളെ പുറത്താക്കാണ്. അപ്പൊ ആ കമ്പനിയുടെ ഡയറക്ടർ ആയിട്ടുള്ള സൂനോട് ആൻമൈ വീണ്ടും കെഞ്ചിക്കൊണ്ട് പറയാണ് ലൂമിങ്ങിനെ എലിമിനേറ്റ് ചെയ്യരുതെന്നുള്ള കാര്യം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ആൻമേരിയ 6 വർഷത്തോളം കഷ്ടപ്പെട്ടിരുന്ന് ഉണ്ടാക്കിയതായിരുന്നു ഈ ലൂത്തിങ് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിന്റെ. അവൾ ചെയ്ത ഒരേ ഒരു വർക്ക് അത് തന്നെയായിരുന്നു. അവൾ ഉണ്ടാക്കിയ ഒരു ക്യാരക്ടറിനെ കൊല്ലാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കരമായിട്ട് സങ്കടമാവുന്നുണ്ട്. പോരാത്തതിനെന്ന് വെച്ചാൽ ഈ 6 വർഷമായിട്ട് ഒരു ക്യാരക്ടറിനോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നിക്കാണ് നമ്മുടെ ആൻമയ്ക്ക്. എങ്ങനെയെങ്കിലും ലൂത്തിങ് എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടറിനെ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആൻമൈ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അവസാനം അവൾക്കൊരു ഇൻഫർമേഷൻ കിട്ടാണ് അവളുടെ ഫ്രണ്ട് ആയിട്ടുള്ള ഹുവാന്റെ കയ്യിൽ നിന്ന് 1/2 മണിക്കൂറിനുള്ളിൽ ലൂത്തിങ്ങിനെ കൊല്ലാൻ പോകുന്നു എന്നുള്ള കാര്യം. അവൾ എങ്ങനെയെങ്കിലും ലൂത്തിങ്ങിനെ രക്ഷിക്കണം എന്ന് വെച്ചിട്ട് ഒരു സിസ്റ്റർ റൂമിൽ കയറി ഇരുന്നിട്ടെന്ന് വെച്ചാൽ അവള് വിർച്വൽ ഗ്ലാസ് ഇടുന്നുണ്ട്. ആ വിർച്വൽ ഗ്ലാസ് ഇട്ടിട്ട് അപ്പൊ തന്നെ അവള് മയങ്ങിയും പോകുന്നുണ്ട്. ഈ ടൈം ഈ ഒരു ഗെയിമിലേക്ക് അവൾ പ്രവേശിക്കുകയാണ്. ആ ഒരു കണ്ണാട വെച്ചോണ്ട് തന്നെ ഇപ്പൊ ഈ ഗെയിമിൽ ആൻമയും ഒരാളായി കഴിഞ്ഞിരുന്നു. ആൻമൈ നേരെ ചെല്ലുന്നത് ലൂത്തിങ്ങിന്റെ അടുത്തേക്കാണ്. അവനിപ്പോ ഒരു കഫേയിൽ ഇരിക്കുന്നു. അവനക്ക് ചുറ്റും പ്രത്യേകിച്ച് അപകടങ്ങളൊന്നും കാണാനില്ല. അതുകൊണ്ട് തന്നെ ആൻമൈ ദൂരെ നിന്ന് അവനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തന്നെ ഈ കഥയിൽ ആദ്യം കാട്ടിയ പിന്നെ ലൂത്തിങ്ങിന് ഒരു കോള് വരുന്നുണ്ട്. അവൻ ആ കോള് കൊടുത്ത് പുറത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അവൻ ചുറ്റും നോക്കുന്ന ടൈമിൽ ആരെയും കാണാനൊന്നുമില്ല. പെട്ടെന്ന് അവനക്ക് നേരെ വെടിയുണ്ട വരുന്ന ടൈമിലാണ് നമ്മുടെ ആൻമൈ ചാടി വീണ് അവനെ കെട്ടിപ്പിടിച്ചിട്ട് അവൻ അവിടെ നിന്ന് മാറ്റുന്നത്. ഈ ടൈമിൽ എന്ന് വെച്ചാൽ ആ വെടിയുണ്ട നേരെ ചെന്ന് കയറുന്നത് ലൂത്തിങ്ങിന്റെ ഷോൾഡറിലായിരുന്നു. അതുകൊണ്ട് തന്നെ ലൂത്തിങ് മരണപ്പെട്ടില്ല. ലൂത്തിങ്ങിനെ രക്ഷിക്കാനായിട്ട് ആൻമൈ അവന്റെ കൈയും പിടിച്ചുകൊണ്ട് ഓടുന്നുണ്ട്. ഇതൊരു ഗെയിം ആണല്ലോ, അതുകൊണ്ട് തന്നെ ഒളിച്ചിരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഈ ഗെയിം പ്രോഗ്രാമേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആൻമൈക്ക് അറിയായിരുന്നു. എക്സ് എന്ന് പറഞ്ഞൊരു ചിഹ്നമായിരിക്കും അതിലുണ്ടാവുക. അത് ഈ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരും കണ്ടെത്താത്ത ഒരു ഒളിത്താവളത്തേക്ക് അവർക്ക് എത്താൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു എക്സിനെ മുൻനിർത്തിക്കൊണ്ട് ആൻമൈ ലൂത്തിങ്ങിന്റെ കൈയും പിടിച്ചുകൊണ്ട് ഓടാണ്. ലാസ്റ്റ് അവൾ ആ ഒരു എക്സിന്റെ ചിഹ്നം കണ്ടെത്താൻ അതിൽ പ്രസ് ചെയ്ത് നിന്നുകൊണ്ട് ലൂത്തിങ്ങിനോട് വിശ്വസിക്കണമെന്നും എന്റെ കൂടെ വരണമെന്ന് പറയുന്നുണ്ട്. ലൂത്തിങ് എന്ന് വെച്ചാൽ അവളുടെ കൈ പിടിച്ചിട്ട് രണ്ടുപേരും അവിടെ നിന്ന് മാഞ്ഞു പോവാണ്. നേരെ ചെല്ലുന്നത് ഒരു ചർച്ചിലേക്കായിരുന്നു. പക്ഷെ ആൻമയുടെ ഇമാജിനേഷനിൽ അതൊരു ഹോസ്പിറ്റലായിരുന്നു. അവൾ ഡോക്ടറെ കുറെ വിളിക്കുന്നുണ്ട്, പക്ഷെ അവിടെ ആരും വരുന്നില്ല. അവസാനം ലൂത്തിങ്ങിന്റെ ജീവൻ രക്ഷിക്കണം എന്ന് മാത്രം വിചാരിച്ചിരുന്ന ആൻമൈ എന്ന് വെച്ചാൽ ഇപ്പൊ അവന്റെ കൈ കയറിയ ബുള്ളറ്റ് ആണെന്ന് വെച്ചാൽ വലിച്ചെടുക്കുന്നുണ്ട്. ആ ഒരു ബുള്ളറ്റ് പുറത്ത് വന്നതും ലൂത്തിങ്ങിന്റെ വേദന ഒക്കെ പോകുന്നുണ്ട്. ലൂത്തിങ് ആണെന്ന് ഉറങ്ങുന്ന ടൈമിലെന്ന് വെച്ചാൽ ആൻമൈ അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ കവിളിലൊക്കെ നുള്ളി നോക്കുന്നുണ്ട്. അവൾ മനസ്സിൽ വിചാരിക്കുകയാണ് ഇത് ശരിക്കും സത്യം പോലെ തന്നെ ഉണ്ടെന്നൊരു ഗെയിമാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ശരിക്കും ഇവനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഫീലിങ്സ് ഉണ്ട്, ഇവനോട് ഇഷ്ടം തോന്നുന്നു. ശരിക്കും മനുഷ്യൻ എങ്ങനെയാണ് കാണുന്നത് അതുപോലെ കാണാൻ പറ്റും. അപ്പൊ ശരിക്കും ഇത് ഗെയിം തന്നെയാണോ ഒന്നും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കമ്പനിയിലെ ഡയറക്ടറായ സു ആ ഒരു സിസ്റ്റർ റൂമിലേക്ക് കടന്നു വരുമ്പോഴാണ് ആൻമൈ അവിടെ ബോധമില്ലാതെ കണ്ണാടയും വെച്ച് കിടക്കുന്നത് കാണുന്നത്. ആൻമൈനെ കുറെ സു വിളിക്കുന്നുണ്ട്, പക്ഷെ അവള് ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നേ ഇല്ല. കാരണം അവൾ ആ ഒരു ഗെയിമിന്റെ ലോകത്തായിരുന്നല്ലോ. ആ ഗെയിമിന്റെ ലോകത്ത് ആൻമയും ലൂത്തിങ്ങും കൂടി ഒരു ബെഞ്ചിൽ ഇരിക്കുന്ന ടൈമിൽ ലൂത്തിങ്ങിന്റെ കയ്യിൽ അവന്റെ ഷോൾഡറിൽ കയറിയ ആ ഒരു ബുള്ളറ്റ് ഉണ്ടായിരുന്നു. ആ ടൈമിൽ അവന്റെ ബോഡി ഗാർഡായ ക്വാൻ അവിടേക്ക് വരുന്നുണ്ട്. ക്യാനെ കാണുമ്പോൾ തന്നെ ആൻമൈ അറിയാവുന്ന ഒരാളെ പോലെ പെരുമാറാൻ നോക്കുന്നുണ്ടെങ്കിലും ക്യാൻ അവളെ തട്ടിയിട്ട് നീ ആരാ വേണേ, നീ എന്തിനാണ് തൊടുന്നതെന്ന് ചോദിക്കുന്നത്. അപ്പോഴാണ് ലൂത്തിങ് അവൾ എന്റെ ജീവൻ രക്ഷിച്ചതാ, ഇതെന്റെ ഷോൾഡറിൽ കയറിയ ബുള്ളറ്റ് ആണ്, ഇത് എവിടെന്നാ വന്നതെന്ന് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് അവന്റെ കയ്യിലേക്ക് കൊടുക്കുന്നത്. എന്നിട്ട് തന്റെ ജീവൻ രക്ഷിച്ചതിനുള്ള പ്രത്യുപകാരമായിട്ട് ലൂത്തിങ് ആണെന്ന് വെച്ചാൽ ആൻമൈക്ക് ഒരു ബ്ലാങ്ക് ചെക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് ആൻമൈ സ്വീകരിക്കുന്നില്ല. അത് ചിരിച്ചുകൊണ്ട് തന്നെ ക്വാനിന് ആൻമൈ കൊടുക്കുന്നുണ്ട്. ആ ടൈം അവിടേക്ക് ഒരു റിച്ച് കാറിൽ നെയ്ന് വന്നിറങ്ങാണ്. അത് ലൂത്തിങ്ങിന്റെ പേഴ്സണൽ സെക്രട്ടറി ആയിട്ട്. അവളെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അവളെ കാണുമ്പോൾ തന്നെ ആൻമൈക്ക് ഭയങ്കരമായിട്ട് കുശുമാവുന്നുണ്ട്. സംഭവം അവൾ നിർമ്മിച്ച ഒരു ക്യാരക്ടർ തന്നെ ആയിരുന്നു നൈന. പക്ഷെ അവളെ കാണുമ്പോൾ ലൂത്തിങ്ങിനെ വിട്ടുകൊടുക്കണ്ടേ എന്നുള്ള ഒരു വിഷമത്തില് ആൻമൈക്ക് സങ്കടം വരുന്നുണ്ട്. നൈന വന്നിട്ട് ലൂത്തിങ്ങിനെ ഭയങ്കരമായിട്ട് കെയർ ചെയ്തിട്ട് വാ നമുക്ക് പോവാന്ന് പറഞ്ഞാൽ അവനെ വിളിച്ചോണ്ട് പോകുന്നുണ്ട്. ഇവര് പോയതും അവിടുത്തെ ആ ഒരു ബെഞ്ചിൽ ഇരുന്നോണ്ട് തന്നെ ആൻമൈ ചിന്തിക്കാണ് എന്തായാലും ഞാനുണ്ടാക്കിയ ക്യാരക്ടർ തന്നെയല്ല അവള്, ഒരു മനുഷ്യനൊന്നല്ല, വെറും കഥാപാത്രമല്ല, എന്റെ അത്രയൊന്നും വില അവൾക്കില്ല എന്ന് പറഞ്ഞ് അവൾ സ്വയം ആസ്വദിക്കുകയാണ്. ഡയറക്ടർ സു ആൻമൈനെ ഇത്ര വിളിച്ചിട്ട് എണീക്കാത്തതുകൊണ്ട് അവളെ പൊക്കിയെടുത്തോണ്ട് ഹോസ്പിറ്റലിലേക്ക് ഓടാൻ നോക്കുന്ന ടൈമിൽ അവൾക്ക് ബോധം വരുന്നുണ്ട്. ഈ ടൈമിൽ ആ വിർച്വൽ ഗ്ലാസ് എന്ന് വെച്ചാൽ അവളുടെ കണ്ണിൽ നൂരി പോകുന്നായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് ബോധം വരുന്നുണ്ട്. അങ്ങനെ സുവിന്റെ കാറിൽ ആൻമൈനെ അവളെ ഫ്ലാറ്റിൽ കൊണ്ടുവന്ന്
വിടുന്നുണ്ട്. അവളുടെ കമ്പനിയിൽ നിന്ന് വളരെ ദൂരെയായിരുന്നു അവളുടെ ഫ്ലാറ്റ്. പൈസക്ക് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ടും ഈ ഫ്ലാറ്റിന് വില കുറവായതുകൊണ്ടാണ് അവൾ അവിടെ വന്ന് താമസിക്കുന്നതെന്നും സൂനോട് പറയുന്നുണ്ട്. അവൾക്ക് എപ്പോഴും അറിയില്ലായിരുന്നു അവൾ എങ്ങനെയാണ് ഈ ഒരു ഗെയിമിലേക്ക് പ്രവേശിച്ചെന്നുള്ളത്. ഡ്രീം കണ്ടതാണോ, ശരിക്കും ലൂമിങ്ങിനെ രക്ഷിച്ചിട്ടുണ്ടോ, അതോ ഇപ്പോഴും അവർ ആപത്തിലാണോ, അവളുടെ ഒരു ഇമാജിനേഷൻ മാത്രമാണോ ഇതെന്ന് അറിയാതെ ആൽമയാണെന്ന് വെച്ചാൽ ഓടി ചെന്ന് വീണ്ടും റൂമിൽ ചെന്ന് ആ ഒരു ഗ്ലാസ് ഇട്ട് നോക്കുന്നുണ്ട്. പക്ഷെ ആ ഗ്ലാസ് എന്ന് വെച്ചാൽ ഇപ്പൊ വർക്ക് ആവുന്നേ ഇല്ല. അതിലെന്തോ വൈറസ് കയറിയിട്ട് അത് അടഞ്ഞിരിക്കുകയാണ്. ആ ഒരു ഗെയിമിലേക്ക് അവൾക്ക് ഇപ്പൊ എൻ്റർ ചെയ്യാൻ പറ്റുന്നില്ല. പിറ്റേ ദിവസം കമ്പനിയിലാണെന്ന് വെച്ചാൽ ഇത് വലിയൊരു ചർച്ചയാണ്. കാരണം അവരുടെ സോഫ്റ്റ്വെയറിൽ എന്തോ വൈറസ് കയറിയെന്നോ അതുകൊണ്ട് തന്നെ അവരുടെ സൈറ്റ് ഇപ്പോൾ ഓപ്പൺ ആവുന്നില്ലെന്നും ആ ഗെയിം ഓൺ ചെയ്യാൻ പറ്റുന്നില്ലെന്നും കമ്പനിയിൽ എല്ലാവരും വർത്തമാനം പറയാണ്. ആൻമൈ വല്ലതും ചെയ്തുകൊണ്ടാണോ എന്ന് അവൾക്കും അറിയില്ല. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് കമ്പനിയിൽ ആർക്കും അറിയില്ല. ഈ ആകെയുള്ളൊരു വഴി എന്താണെന്ന് വെച്ചാൽ സോഫ്റ്റ്വെയർ റീസ്റ്റാർട്ട് ചെയ്യാനായിരുന്നു. അപ്പോൾ ഈ ഗെയിം ഇത്ര ലെവൽ എത്തിയതൊക്കെ ആദ്യം മുതലേ തുടങ്ങേണ്ടി വരും. അതായത് ആദ്യം ഈ ഗെയിം എങ്ങനെയാണോ തുടങ്ങുന്നത് അതുപോലെ തന്നെ ആവും. ഈ ടൈമിൽ ലൂത്തിങ്ങാണെന്ന് വെച്ചാൽ ആൻമൈ എവിടെ നിന്ന് വന്നതായിരിക്കും, അവൾ പെട്ടെന്ന് എവിടേക്കായിരിക്കും പോയേക്കുന്നത്, അവൾ അന്വേഷിച്ചിട്ട് ഇപ്പോൾ ഒരു വിവരവും കിട്ടുന്നില്ലല്ലോ, എന്താണ് ഇതിന്റെ പിന്നിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ കറക്റ്റ് ടൈമിൽ തന്നെയാണ് ഇവിടെ റീസ്റ്റാർട്ട് ചെയ്യുന്നതും. അങ്ങനെ ലൂത്തിങ്ങാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഗെയിമിന്റെ ഫസ്റ്റ് ലെവലിലേക്ക് പോവാണ്. അവൻ കോട്ടും സൂട്ടും ഇട്ടുകൊണ്ട് തന്നെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നുണ്ട്. പക്ഷെ അവൻ കഴിഞ്ഞ കാര്യങ്ങളൊന്നും മറന്നിട്ടില്ല. ആൻമൈ വന്നവനെ രക്ഷിച്ചതും അതൊന്നും അവന്റെ മനസ്സിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നില്ല. സിസ്റ്റത്തിൽ ചെക്ക് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത് ലൂത്തിങ് ആർക്കും കയറാൻ പറ്റാത്ത ആ ഒരു സീക്രട്ട് പ്ലേസ് ഇല്ലേ, അതായത് ഗെയിം കൺട്രോൾ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം അറിയാവുന്ന ആ ഒരു എക്സിന്റെ ചിഹ്നമുള്ള സീക്രട്ട് പ്ലേസ് അവിടെ കയറിയിട്ടുണ്ടെന്നുള്ള കാര്യം. അങ്ങനെ അവനിക്ക് കയറാൻ പറ്റിയെന്നും ഗെയിം കൺട്രോൾ ചെയ്യുന്നവർക്ക് മാത്രമേ ഈ ഒരു സ്ഥലത്തിനെ കുറിച്ച് അറിയാൻ പറ്റുള്ളൂ എന്നും അവർ തമ്മിൽ ചർച്ച നടക്കുന്നത്. ആൻമയും ഇപ്പൊ അതൊക്കെ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നുണ്ട്. അതൊരു ഇൻഷുറൻസ് കമ്പനിയുടെ ആയിരുന്നു. ആ ഇൻഷുറൻസ് കമ്പനി മാത്രമാണ് അവളുടെ ബർത്ത്ഡേ എന്ന് അറിഞ്ഞുകൊണ്ട് അവളെ വിഷ് ചെയ്തേക്കുന്നത്. നമുക്ക് അപ്പം തന്നെ അവൾ വിളിച്ചു നോക്കുന്നുണ്ട്, അഥവാ അമ്മയെങ്കിലും വിഷ് ചെയ്തോലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അമ്മ നല്ല സ്നേഹത്തോടുകൂടി സംസാരിക്കുന്നുണ്ടെങ്കിലും അവളുടെ ബർത്ത്ഡേയുടെ കാര്യമൊക്കെ അമ്മ മറന്നായിരുന്നു. അതും ആലോചിച്ചുകൊണ്ട് ഫോൺ കട്ട് ചെയ്ത് ആൻമൈ ഭയങ്കര സങ്കടത്തിലിരിക്കുകയാണ്. അവളെ ലൈഫിൽ അവളെ വിഷ് ചെയ്യാനായിട്ടോ അവളെ കെയർ ചെയ്യാനായിട്ടോ ആരുമില്ല എന്ന് അവൾ വിചാരിക്കുകയാണ്. ലൂത്തിങ് ഇപ്പോൾ ആ ഒരു ഏരിയയിലുണ്ടെന്ന് പറഞ്ഞ പ്രോഗ്രാമേഴ്സ് അവനെ റിട്ടേൺ ചെയ്തിട്ട് അവന്റെ പ്ലേസിലേക്ക് ആക്കുന്നുണ്ട്. പക്ഷെ ലൂത്തിങ്ങിന് ഇതൊക്കെ ഒരു മാജിക് ആയിട്ടാണ് തോന്നുന്നത്. കാരണം അവൻ ആദ്യം ചായ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പെട്ടെന്ന് അവൻ ബെഡിൽ നിന്ന് എണീറ്റ് വരുന്നു. ഇപ്പൊ ബെഡിൽ നിന്ന് എണീറ്റ് വന്നു കഴിഞ്ഞതും ഇപ്പൊ അവനുള്ളത് ഒരു കോഫി ഷോപ്പിലാണ്. കൂടെ എന്ന് വെച്ചാൽ എന്തോ അത്ഭുതം പോലെ പെട്ടെന്ന് കാര്യങ്ങൾ ഓടിപ്പോകുന്ന പോലെ അവനക്ക് തോന്നാണ്. ആൻമയ്ക്ക് ഇപ്പൊ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ആയിക്കാണ് ഈ ഒരു ഗെയിമിലേക്ക് എൻ്റർ ചെയ്യുന്ന കാര്യം ആലോചിച്ചു. അവൾ അങ്ങനെ തന്നെ ഭയങ്കര വില കൂടിയ ഡ്രസ്സും ചെരുപ്പും ഇയറിംഗ്സും ബാഗും ഒക്കെ ആയിട്ട് ലൂത്തിങ്ങിന്റെ മുന്നിൽ ഭയങ്കര ആളാവാനായിട്ട് ആ ഒരു ഗെയിമിലേക്ക് അങ്ങനെ ഭയങ്കര റിച്ച് ആയിട്ട് പ്രവേശിക്കുകയാണ്. ലൂത്തിങ്ങാണെന്ന് വെച്ചാൽ പക്ഷെ ഇവളെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോവാണ്. അവന്റെ കൂടെ പിന്നെ നെയ്നയുണ്ട്. ലൂത്തിങ്ങിന്റെ അടുത്തേക്ക് വന്ന് ആൻമൈ സംസാരിക്കുന്നുണ്ടെങ്കിലും അവനൊന്നും മിണ്ടാതെ പോകാണ്. നെയ്ന അപ്പം നീ എന്തിനാ അവനെ വെറുതെ ഫോളോ ചെയ്യുന്നത്, നീ ആരാ, നിനക്ക് എന്താ വേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ആൻമൈക്കാണെന്ന് വെച്ചാൽ അത്രക്കും കൂടി പിടിക്കുന്നില്ലേ. അവള് ചെയ്ത ക്യാരക്ടർ അവളെ തന്നെ ചോദ്യം ചെയ്യാന്ന് വെച്ചാൽ സമ്മതിച്ചു കൊടുക്കും. അവളെന്ന് വെച്ചാൽ പറയാണ്, അതെ നിന്റെ ഈ ഡ്രസ്സ് പോലും ഡിസൈൻ ചെയ്തേക്കുന്നത് ഞാൻ, നീ എന്നോട് ചിലക്കാനൊന്നും നിൽക്കൊന്നും വേണ്ട, അപ്പോൾ ഒരു ചീപ്പായിട്ടുള്ള ഒരു പെണ്ണിനെ ലൂത്തിങ് സ്നേഹിക്കുന്നു നീ വിചാരിക്കണ്ടോ, നീ വിചാരിക്കുക വേണ്ട എന്നൊക്കെ പറഞ്ഞ് തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ടൈം ലൂത്തിങ് ആൻമൈനെ വിളിച്ചിട്ട് നമുക്കൊന്നിച്ച് ഡാൻസ് ചെയ്താലോ എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി ഡാൻസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് നെയ്നെ കിടന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് കുശുമ്പ് പോലെ ആവുന്നുണ്ട്. അവരങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ അവിടേക്ക് ആ ഒരു കില്ലറില്ലേ അയാൾ വീണ്ടും ലൂത്തിങ്ങിനെ കൊല്ലാനായിട്ട് വരുന്നുണ്ട്. പക്ഷെ ആൻമയെ ഇത് കാണുകയും അവനെ വലിച്ചുകൊണ്ട് ഓടുന്നുണ്ട്. അങ്ങനെ ലൂത്തിങ്ങിന്റെ വീട്ടിലേക്ക് ആൻമയും ലൂത്തിങ്ങും കൂടി പോകുന്ന ടൈമിൽ ലൂത്തിങ്ങിന് ഭയങ്കരമായിട്ട് സംശയമാവാണ്. അങ്ങനെ ആൻമയിനെ ഭീഷണിപ്പെടുത്തുന്ന പോലെ ലൂത്തിങ് ചോദിക്കുകയാണ്, നീ ആരാണെന്ന് സത്യം പറഞ്ഞോ, നിന്നെക്കുറിച്ച് എത്ര അന്വേഷിച്ചിട്ടും ഒരു വിവരം എനിക്ക് ലഭിച്ചിട്ടില്ല. ആ ഒരു കില്ലർ വരുമ്പോൾ തന്നെ നീ വരുന്നത് എങ്ങനെയാണ്, നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം, നീ എന്നെ കൊല്ലാൻ നോക്കുന്നതാണോ എന്നൊക്കെ പറഞ്ഞ് അവളെ ഭീഷണിപ്പെടുത്തുമ്പോൾ അവൾക്കാണെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് സങ്കടം തോന്നുന്നുണ്ട്. ലൂത്തിങ്ങിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ഇത്രക്കും റിസ്ക് എടുക്കുന്നത് പോലും. പക്ഷെ അത് മനസ്സിലാക്കാൻ ലൂത്തിങ്ങിന് കഴിയുന്നില്ല എന്നുള്ള വിഷമത്തിൽ അവനെ കുറെ ചീത്ത പറഞ്ഞിട്ട് ആൻമൈ അവിടെ നിന്ന് പോകുന്നുണ്ട്. ലൂത്തിങ്ങിന്റെ വീട്ടിലുള്ള ആ ഒരു ഗ്ലാസ്സിൽ പോലും ആൻമൈന്റെ ഫോട്ടോ ആയിരുന്നേ. കാരണം അവൾ ഉണ്ടാക്കിയ ഒരു ഗെയിമാണല്ലോ, അവളുടെ ലാബിൽ എല്ലായിടത്തും. ആൻമൈ അങ്ങനെ ഒറ്റക്ക് വന്നിരുന്നുകൊണ്ട് ഭയങ്കര വിഷമത്തോടുകൂടി തന്നെ ഇരിക്കുകയാണ്. അവൻ എന്താ എന്നെ വിശ്വസിക്കാത്തതെന്നും ഞാൻ ഇത്രക്കും അവനക്ക് വേണ്ടി റിസ്ക് എടുത്തിട്ടും അവൻ എന്നെ ഒരു സ്നേഹത്തോടുകൂടി ഒരു വാക്ക് പോലും പറയുന്നില്ല എന്നും പറഞ്ഞ് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ടൈമിലാണെന്ന് വെച്ചാൽ ആൻമൈൻ്റെ അനിയൻ അവളുടെ റൂമിലേക്ക് വന്നിട്ട് ബോധമില്ലാതെ കിടക്കുന്ന ആൻമൈനെ തട്ടി വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവളുടെ കണ്ണിൽ നിന്ന് ആ കണ്ണാണ് ഊരുന്നുമുണ്ട്. അപ്പൊ ആ ഒരു ഗെയിം ലോകത്ത് നിന്ന് അവൾ തിരിച്ച് അവളുടെ ലോകത്തേക്ക് വരാണ്. ഇപ്പൊ ആ കമ്പനിയിലുള്ള ചർച്ച എന്താണെന്ന് വെച്ചാൽ പുതിയതായിട്ട് ഒരു വൈറസ് കൂടി കയറിയിട്ടുണ്ട്. ഒരു ഡിസൈൻ ചെയ്യാതെ തന്നെ വേറൊരു ഡ്രസ്സ് ആ ഒരു ഗെയിമിലേക്ക് കയറിയിട്ടുണ്ടെന്ന് പറയാണ്. അത് ഏത് ഡ്രസ്സാണെന്ന് വെച്ചാൽ ഇന്നലെ ആൻമൈ ഇട്ടിരുന്നില്ല ആ ഒരു വില കൂടിയ ഡ്രസ്സും ഷൂസൊക്കെ, അതായിരുന്നു അത്. അതെങ്ങനെ അവർ ലോഗിൻ ചെയ്യാതെ അതൊക്കെ സംഭവിച്ചു എന്ന് കമ്പനിയിൽ ആകെ ഭയങ്കര ഡൗട്ട് ആയേക്കാണ്. പോരാത്തതിന് അതിൽ വൈറസും കയറിയിട്ടുണ്ട്. കമ്പനി ഹെഡ് ഫാങ് ആണെന്ന് വെച്ചാൽ ആ ഒരു ലൂത്തിങ്ങിനെ ഇപ്പൊ തന്നെ എലിമിനേറ്റ് ചെയ്യണം, അവൻ ഈ ക്യാരക്ടറായിട്ട് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ പോസ്റ്ററൊക്കെ അയച്ചു വെപ്പിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ക്ലീനിങ് ലേഡിയുടെ കയ്യിൽ നിന്ന് ആൻമൈ ആ ഒരു ഫോട്ടോ പൈസ കൊടുത്ത് വാങ്ങുന്നുണ്ട്. ആൻമയുടെ കയ്യിലിരിക്കുന്ന ആ ഒരു ലൂത്തിങ്ങിന്റെ ഫോട്ടോ കണ്ടിട്ട് ഡയറക്ടർ സൂ ആണെന്ന് വെച്ചാൽ ചോദിക്കുകയാണ്, നിനക്ക് ഈ ഒരു ക്യാരക്ടറിന് ഇത്ര ഇഷ്ടമാണോ എന്നുള്ള കാര്യം. ആൻമൈ പറയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒരു ക്യാരക്ടറിനെ, കാരണം ഞാൻ ഉണ്ടാക്കിയ ക്യാരക്ടർ അല്ലേ, അതുപോലെ തന്നെ ഞാൻ ഇവന്റെ വലിയൊരു ഫാനാണെന്നും പറയുന്നത്. ഈ ഡയറക്ടർ സൂവിനാണെന്ന് വെച്ചാൽ ആൻമൈനോട് ഒരു പ്രത്യേക ഇഷ്ടം പോലെ എന്നിട്ട് അവളെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് കെയർ ചെയ്യാൻ നോക്കുന്നുണ്ട് ഈ ഡയറക്ടർ സൂ. കണ്ടിന്യൂസ് ആയി വൈറസ് കയറുന്നതിന്റെ പേരിൽ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഈ ഫാങ് ഇല്ലേ ആലയിടിക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ ആൻമൈനോട് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമൊന്നുമില്ലല്ലോ. അപ്പോൾ അവളെ ഡൗട്ട് വെക്കുന്ന പോലെ ആരായാലും ഇതൊക്കെ ചെയ്യുന്നത് എന്തായാലും ഒരു ദിവസം കണ്ടെത്തുന്നു ആൻമയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്. പക്ഷെ ആൻമൈ ഭയങ്കര ധൈര്യത്തോടുകൂടി തന്നെ അങ്ങനെ എൻ്റെ മുഖത്ത് നോക്കി പറയുന്നത്, ഞാനൊന്നും ആ ഒരു മെക്കാനിക്കൽ റൂമിലേക്കൊന്നും
കയറിയിട്ടൊന്നുമില്ല. ആ ഒരു മെക്കാനിക്കൽ റൂമിലേക്ക് കയറാതെ എങ്ങനെയാണ് ഈ ന്യൂ ഡ്രസ്സും ന്യൂ ഡിസൈനൊക്കെ ആഡ് ചെയ്യാൻ പറ്റുക? ഞാനത് ചെയ്തിട്ടില്ല. CCTV ഫോട്ടോസൊക്കെ ചെക്ക് ചെയ്തോളാൻ പറയുന്നുണ്ട്. പക്ഷെ ഫാങ് ആണെന്ന് വെച്ചാൽ ഡൗട്ടോടുകൂടി തന്നെ ഞാനത് ചെക്ക് ചെയ്യുന്നുണ്ട്, എന്നിട്ട് സത്യം കണ്ടുപിടിക്കുന്നുണ്ടെന്ന് പറയാണ്. ഇപ്പം ആൻമയ്ക്കാണെന്ന് വെച്ചാൽ ഒരു ധൈര്യം വന്നേക്കാണ്. കാരണം ഇപ്പം എന്ത് തെറ്റ് ചെയ്താലും അതിന് കണ്ടുപിടിക്കില്ല എന്ന് അവൾക്ക് ഉറപ്പായേക്കാണ്. വീട്ടിൽ വെച്ചിട്ട് ആ ഒരു കണ്ണാട് ഉപയോഗിച്ചിട്ടാണല്ലോ അവളിങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതെന്ന് വെച്ചാൽ കമ്പനിക്ക് കണ്ടുപിടിക്കാനും പറ്റിയിട്ടില്ല. കമ്പനിയുടെ വിചാരം അത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള എന്തോ ഒരു പ്രോബ്ലം ആണെന്നാണ്. ലൂത്തിങ്ങാണെന്ന് വെച്ചാൽ ഇപ്പോഴും ആൻമയിനെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ്റെ ആ ഒരു ഗെയിമിന്റെ ലോകത്ത് ആൻമയിനെ കുറിച്ച് അന്വേഷിച്ചിട്ട് കാര്യമില്ലല്ലോ, അവൾ ഈ ലോകത്തല്ലേ ജീവിക്കുന്നത്. പക്ഷെ അന്ന് ആൻമയി ദേഷ്യപ്പെടുന്ന ടൈമിൽ ലൂത്തിങ്ങിനോട് പറയുന്നുണ്ട്, ഞാൻ 6 വർഷമായിട്ട് നിനക്ക് വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത്, നീ എനിക്കൊരു വില തരുന്നില്ല. ആ ഒരു പോയിന്റ് പിടിച്ചിട്ട് ലൂത്തിങ് അവന്റെ ബോഡി ഗാർഡിനെ വിളിച്ചിട്ട് 6 വർഷത്തെ റെക്കോർഡ്സ് ഒക്കെ പരിശോധിക്കാനായിട്ട് പറയുന്നുണ്ട്. കണ്ടിന്യൂസ് ആയി വൈറസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഫാങ്ങിന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് അവള് വേഗം തന്നെ ഈ ഒരു ക്യാരക്ടർ ലൂത്തിങ് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിനെ എലിമിനേറ്റ് ചെയ്യാനുള്ള എല്ലാ പ്രിക്കോഷൻസും എടുക്കുകയാണ്. ഒരു ആക്സിഡന്റിൽ ലൂത്തിങ് മരണപ്പെടുന്നു. അതോടുകൂടി ഗെയിം അവസാനിക്കും. ഇതായിരുന്നു അവരുടെ പ്ലാന്. പക്ഷെ എവിടെ വെച്ച് എങ്ങനെയായിരിക്കും ആക്സിഡന്റ് എന്നൊന്നും ആരോടും പറയുന്നില്ല. ആൻമയി അതറിയാൻ വേണ്ടി ഒരുപാട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾക്കും അറിയാൻ പറ്റുന്നില്ല. പക്ഷേ എങ്ങനെയെങ്കിലും ലൂത്തിങ്ങിനെ രക്ഷിക്കണം എന്ന് വിചാരിച്ചിട്ട് എല്ലാ അപകട സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ആൻമയി വീണ്ടും ആ ഒരു ഗെയിമിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് ഉച്ചയോടായിട്ട് തന്നെ ലൂത്തിങ്ങിനെ കൊല്ലുന്ന പറഞ്ഞാൽ ആൻമയാണെന്ന് വെച്ചാൽ ഇപ്പൊ വേഗം തന്നെ വീട്ടിലേക്ക് പോകണമല്ലോ, എന്നാലല്ല ആ ഒരു ഗ്ലാസ് വെക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഡയറക്ടർ സൂവിനോട് പോയിട്ട് ഹാഫ് ഡേ ലീവ് വഹിക്കുന്നുണ്ട്, അവൾക്ക് വയറുവേദനയാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ വേഗം തന്നെ ആൻമയി വീട്ടിലേക്ക് പോയിട്ട് ആ ഒരു വിർച്വൽ ഗ്ലാസ് എടുത്ത് വെച്ചിട്ട് ഗെയിമിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. ലൂത്തിങ് ഒരു ഗാങ്സ്റ്ററിനെ കണ്ടിട്ട് അവന്റെ കയ്യിൽ നിന്ന് ഒരു തോക്ക് വാങ്ങുന്നുണ്ട്. ആൻമയാണെന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ ആ ഒരു കില്ലറിനെയും കാണുന്നുണ്ട്. ലൂത്തിങ് എവിടെയാണെന്ന് അറിയാൻ വേണ്ടി ലൂത്തിങ് എന്ന് വിളിച്ചുകൊണ്ട് അവൾ ആ സ്ഥലം മുഴുവൻ ഇങ്ങനെ ഓടി നടക്കുന്ന ടൈമിൽ ആ കില്ലർ എന്ന് വെച്ചാൽ ഓടി വന്ന് ആൻമയുടെ നേരൊക്കെ തോക്ക് ചൂണ്ടുന്നത്. കറക്റ്റ് ടൈമിൽ അവിടത്തേക്ക് ലൂത്തിങ് വന്നിട്ട് ആൻമയിനെ രക്ഷിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ലൂത്തിങ്ങിന്റെ വീട്ടിൽ വന്ന ആൻമയാണെന്ന് വെച്ചാൽ അവിടെ ഉള്ള വെട്ടത്തിയും കത്തിയും പൊട്ടുന്ന ഗ്ലാസും എല്ലാം മാറ്റി വെക്കാനേ. കാരണം ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടാണ് ലൂത്തിങ് മരിക്കുന്ന ആ ഒരു ഗെയിം പ്രോഗ്രാം പറഞ്ഞത് ആൻമയെ കേട്ടിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് അപകട സാധ്യതയുള്ള എല്ലാ സ്ഥാനങ്ങളും നീക്കി വെച്ചോണ്ടിരിക്കുകയായിരുന്നു. ആ ടൈമിൽ ആൻമയുടെ കയ്യിൽ ഒരു മുറിവ് ലൂത്തിങ് കാണുന്നുണ്ട്. അതിലാണെന്ന് വെച്ചാൽ മരുന്ന് വെച്ചോണ്ടിരിക്കുകയാണ് ലൂത്തിങ്. അവളെ കുറിച്ച് ആലോചിച്ച് നന്നായി ലൂത്തിങ് കെയർ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ആൻമയ്ക്ക് വീണ്ടും വീണ്ടും അവനോട് ഇഷ്ടം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും സന്തോഷപരമായിട്ട് അവിടെ നിന്നോണ്ട് വൈൻ കുടിക്കുന്നുണ്ട്. ആൻമയെ ഇപ്പൊ കുടിച്ച് ബോധമില്ലാണ്ടിരിക്കുകയാണ്. അങ്ങനെ ലൂത്തിങ്ങിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആൻമ ഇരിക്കുകയാണ്. അവൾക്കും ബോധമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ലൂത്തിങ്ങിന്റെ നെഞ്ചത്തേക്ക് ചാരിയിട്ട് എനിക്ക് എപ്പോഴും ഇങ്ങനെ തന്നെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞ് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് നിൽക്കുന്ന ടൈമിൽ പെട്ടെന്ന് ആക്സിഡന്റലി അവരുടെ ലിബും തമ്മിൽ ക്ലോസ് ചെക്ക് ചെയ്യുന്നുണ്ട്. ഈ ടൈമിൽ ആൻമയ്ക്ക് ബോധമില്ലെങ്കിലും ലൂത്തിങ്ങിന് നല്ല ബോധം ഉണ്ടായിരുന്നു. അവനെന്ന് വെച്ചാൽ വേറെ ഫീലിങ്സിലോട്ടൊക്കെ പോകുന്നുണ്ട്. ആൻമയെ ആ ടൈമിൽ ചുണ്ടെടുത്തിട്ട് നല്ല മധുരം പറഞ്ഞുകൊണ്ട് അത് നൊഞ്ഞിരിക്കുകയാണ്. അന്ന് ആൻമയെ ലൂത്തിങ്ങിന്റെ വീട്ടിൽ തന്നെയാണ് കിടന്നുറങ്ങിയത്. അവൾ പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ ലൂത്തിങ് ആണെന്ന് വെച്ചാൽ കിച്ചണിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻമയ്ക്ക് അത് ഭയങ്കരമായിട്ട് കണ്ട് സന്തോഷമായിട്ട് അവൾ അങ്ങനെ അവനെ റൊമാൻറ്റിക്കോടുകൂടി നോക്കി നിൽക്കുമ്പോഴാണ് അവന്റെ കഴുത്തിൽ ഗൺ പോയിന്റ് വരുന്നത് കാണുന്നത്. അവൾ ഈ ടൈം ഉറക്കത്തിൽ നിന്ന് നെട്ടി എണീക്കുകയാണ്. അവൾ ശരിക്കും ഇത് സ്വപ്നം കണ്ടതായിരുന്നു. ലൂത്തിങ്ങിന്റെ വീട്ടിൽ കിടന്നുകൊണ്ട് അവൾ നേരെ കിച്ചണിലോട്ട് പോയിട്ട് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ലൂത്തിങ്ങിനെ കെട്ടിപ്പിടിച്ചിട്ട് നിനക്ക് ഒരു അപകടം വരുത്താൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാണ്. ഈ ടൈം ഡയറക്ടർ സൂ ആണെന്ന് വെച്ചാൽ എന്താണ് ഈ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു സിസ്റ്റത്തിന് പറ്റുന്നതെന്ന് അറിയാൻ വേണ്ടി കണ്ടിന്യൂസ് ആയിട്ട് അത് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ പുതിയതായിട്ടുള്ള ഡിസൈൻസും ഡ്രസ് ഡിസൈൻസും ഒക്കെ മാറി വരുന്നത് ഡയറക്ടർ സൂ ഭയങ്കര അത്ഭുതത്തോടുകൂടി നോക്കി കാണാണ്. ഇതെന്തായാലും ഒരു എക്സ്റ്റേണൽ ഉള്ള ആൾക്കാർ, പുറത്തുള്ള ആൾക്കാരൊന്നും ചെയ്യുന്നതല്ല, ഇതിന്റെ ഉള്ളിൽ തന്നെയുള്ള ആൾക്കാർ എന്തോ ചെയ്യുന്നതാണ് അവനക്ക് മനസ്സിലാവുന്നുണ്ട്. ആ ഹെഡായ ലേഡി ഫാങ് ആൻമയിനെ വന്ന് അവളുടെ സ്ഥലത്ത് ചെക്ക് ചെയ്യുമ്പോഴാണ് അവൾ അവിടെ ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. അപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന വർക്കർ അവൾ ഹാഫ് ഡേ ലീവ് ആണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. പക്ഷെ ഫാങ്ങിന് ആ ഒരു ടൈം അതും ഡൗട്ട് ആവാണേ, ഇത്ര പേർക്ക് ജോലി ഇവിടെ ഉണ്ടായിട്ട് അവൾ എന്തിനാ ഹാഫ് ഡേ ലീവ് എടുത്തെന്നുള്ള കാര്യം ആലോചിച്ചുകൊണ്ട്. പക്ഷെ ഡയറക്ടർ സൂ ആണ് ലീവ് ഗ്രാൻഡ് ചെയ്തതെന്ന് അറിഞ്ഞുകൊണ്ട് അവൾ മിണ്ടാതെ പോകുന്നുണ്ട്. ആൻമി ഇപ്പോൾ ലൂത്തിങ് ഉണ്ടാക്കിയ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾക്കാണെന്ന് വെച്ചാൽ അത് ഭയങ്കരമായിട്ട് ടേസ്റ്റി ആയിട്ടൊക്കെ തോന്നുന്നുണ്ട്. അവൾക്കതൊക്കെ ആലോചിച്ച് ഭയങ്കര അത്ഭുതമാണ് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഗെയിമിന്റെ ലോകത്ത് വന്നിട്ട് എനിക്കിങ്ങനെ ടേസ്റ്റ് ഒക്കെ അറിയാൻ പറ്റുന്നത്, കഴിക്കുമ്പോൾ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്, അതെങ്ങനെ പറ്റുന്നൊക്കെ ആലോചിച്ച് അവൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലാവുന്നേ ഇല്ല. അവരിങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ അവിടേക്ക് നെയ്ന് വരുന്നുണ്ട്. ഡോറ് തുറന്നു കൊടുക്കുന്നത് ആൻമയായിരുന്നു. ആൻമയിനെ കണ്ട നെയ്നാണെന്ന് വെച്ചാൽ ഭയങ്കര ദേഷ്യത്തോടുകൂടി മാറി നിൽക്കുക. എനിക്ക് അകത്തേക്ക് കയറാമെന്ന് പറയുന്നുണ്ടെങ്കിലും ആൻമയി ഇവിടെ പുറത്തന്നെ നിന്നാൽ മതി, നിനക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറാൻ ഒരു അവകാശവും ഇല്ല, ഇത് ലൂത്തിങ്ങിന്റെ വീടാണ്, അപ്പൊ എനിക്ക് മാത്രമേ അവകാശമുള്ളൂ എന്ന് പറയാണ്. അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ ഒരു വഴക്കാവാണേ. ലൂത്തിങ് ആണെന്ന് വെച്ചാൽ നെയ്നെ വിളിച്ചിട്ട് നീ എന്നെ കാണാൻ വന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ മീറ്റിങ്ങിന് പോണ്ടേ, വേഗം വരാനായിട്ട് ലൂത്തിങ്ങിനോട് പറയുന്നുണ്ട്. അങ്ങനെ അവർ പുറത്തിറങ്ങുമ്പോഴാണ് അവന്റെ ബോഡി ഗാർഡിനെ കൊണ്ട് ആൻമയാണെന്ന് വെച്ചാൽ കാറൊക്കെ നന്നായി ചെക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്, എന്തെങ്കിലും ആക്സിഡന്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. കാറൊക്കെ നന്നായി ചെക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്, എന്തെങ്കിലും ആക്സിഡന്റ് വരാനുള്ള സാധ്യത ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ പ്രത്യേകിച്ച് ആക്സിഡന്റ് വരാനുള്ള സാധ്യതകളൊന്നും ഇല്ല എന്നാ ബോഡി ഗാർഡ് പറയുന്നു. ബോഡി ഗാർഡ് എന്തൊക്കെ അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ട് കണ്ടുപിടിക്കുകയാണ് ലൂത്തിങ്ങിന്റെ അങ്കിളായിട്ടുള്ള ലൂവ് ഇതിന്റെ പിന്നിൽ എന്തോ കളിക്കുന്നുണ്ടെന്ന് അവർക്ക് ഡൗട്ട് ഉണ്ടെന്ന് പറയാണ്. ഇത് കേട്ടതോടുകൂടി ആൻമയും ആ ഒരു ഹെഡായ ഫാങ് പറഞ്ഞത് ഓർത്തെടുക്കാണ്. ഇതിന്റെ വില്ലൻ അങ്കിൾ ലൂ ആയിരിക്കുന്നത് ഇതിന് മുമ്പേ ഈ ഒരു ഗെയിമിനെ എലിമിനേറ്റ് ചെയ്യുന്നത് സംസാരിക്കുന്നതിനിടയിൽ ആ ഫാങ് പറഞ്ഞിരുന്നു. അങ്ങനെ ആൻമയെ ലൂത്തിങ്ങിനോട് ഉറപ്പിച്ച് പറയാണ് അത് അങ്കിൾ ലൂ തന്നെയാണ്. അങ്ങനെ ആ ഒരു ബോഡി ഗാർഡിനെ നെയ്നെ അവിടെ നിർത്തിക്കൊണ്ട് ആൻമയെ കൊണ്ട് അങ്കിൾ ലൂവിന്റെ ആ ഒരു കമ്പനിയിലേക്ക് പോകാണ്. നേരെ ചെന്ന് ലൂത്തിങ് അങ്കിളുടെ നേരെ തോക്ക് ചൂണ്ടിയിട്ട് സത്യം പറ, നീ അല്ല എൻ്റെ അച്ഛനെ അമ്മേനെ
ആൻമയെ കൊന്നത് ഞാൻ അങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ടെന്നും പറയാണ്. ഈ ഒരു സ്വപ്നം എന്ന് വെച്ചാൽ പണ്ട് എപ്പോഴോ ഈ ഗെയിമിന് വേണ്ടിയിട്ട് വെറുതെ ആൻമയെ കൊടുത്തതായിരുന്നു. ഇതിൽ ശരിക്കും സത്യമൊന്നും ഉണ്ടായിരുന്നില്ല, വെറുതെ ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് കൊടുത്തുന്നേ ഉള്ളൂ. പക്ഷെ അങ്കിൾ ലൂ ആണെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് എക്സ്പെർട്ടായി കളിച്ചുകൊണ്ട് അവനത് ഇമോഷണൽ ആയിട്ട് എടുത്തുകൊണ്ട് അവനൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള മട്ടില് ലൂത്തിങ്ങിനെയും കയ്യിലാക്കിക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. പക്ഷെ ആൻമയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഈ അങ്കിൾ ലൂ പറയുന്നതൊക്കെ സത്യമല്ല, നോണാണെന്നുള്ള കാര്യം. അങ്കിള് പക്ഷെ പോണ വഴിക്ക് ആൻമയ്ക്ക് നല്ലൊരു പണി ഇട്ട് കൊടുത്തിട്ടാണ് പോയത്. ലൂത്തിങ്ങിന്റെ മനസ്സിലെ ആൻമയിനെ കുറിച്ചുള്ള ഡൗട്ടുകൾ ആ അങ്കിളാണെന്ന് വെച്ചാൽ കുത്തി നിറച്ച് കൊടുത്തു. അതായത് ആൻമയ എവിടെ നിന്നാണ് വരുന്നതെന്നോ എവിടേക്കാണ് പോകുന്നതെന്നോ എനിക്കറിയില്ല, നിന്നെ കൊല്ലാനായിട്ട് ആൾ വരുമ്പോഴൊക്കെ ആൻമയും നിന്റെ കൂടെ ഉണ്ട്, പിന്നെ അങ്ങനെ നീ അവളെ വിശ്വസിക്കുന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ലൂത്തിങ് ആണെന്ന് വെച്ചാൽ അങ്കിളുടെ ആ ഒരു ട്രാപ്പില് വീഴാണ്. അങ്ങനെ ആൻമയിനോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് നീ സത്യം പറയണം, നീ എവിടെ നിന്നാ വരുന്നത്, എന്താ വേണ്ടതെന്നൊക്കെ ചോദിക്കുന്നത്. പക്ഷേ ഈ ടൈമിലാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ അവിടുത്തെ സെർവർ കട്ടാവാണ്. കമ്പനിയിൽ എന്തോ ഒരു വൈറസിന്റെ ഇഷ്യൂ കൊണ്ട് തന്നെ ആ ഒരു സെർവർ കട്ടായിട്ട് ആൻമയെ തിരിച്ച് അവളുടെ ലോകത്തേക്ക് തന്നെ തിരിച്ചു വരാണ്. ലൂത്തിങ്ങിന്റെ മുന്നിൽ വെച്ച് തന്നെ അവൾ അവിടെ നിന്ന് മാഞ്ഞു പോകാണ് ചെയ്തത്. എല്ലാം കൂടി ലൂത്തിങ്ങിന് ഭയങ്കരമായിട്ട് ഭ്രാന്ത് കയറുന്നുണ്ട്. അവന്റെ വിചാരം അവൻ ജീവിക്കുന്നത് ഒരു റിയൽ ലൈഫാണെന്നല്ലേ, അവനൊരു ഗെയിമാണ് കളിക്കുന്നതെന്നുള്ള കാര്യം അവനക്ക് അറിയില്ലായിരുന്നല്ലോ. പിറ്റേ ദിവസം തിരിച്ച് കമ്പനിയിലേക്ക് പോകുന്ന ആൻമയിനോട് എന്ന് വെച്ചാൽ ആ ഒരു ഹെഡായ ഫാങ് വന്നിട്ട് നീ എന്നൊക്കെ ലീവ് ആവുന്നോ അന്നൊക്കെ ഈ ഒരു സിസ്റ്റത്തിൽ വൈറസ് കയറും, നീയും ഈ വൈറസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ച് അവളോട് കുത്തി കുത്തി സംസാരിക്കുകയാണ്. പക്ഷെ എങ്ങനെയൊക്കെ ആൻമയി അതിൽ നിന്ന് ഒഴിഞ്ഞൊഴിഞ്ഞ് മാറിപ്പോവാണ്. അപ്പൊ ഡയറക്ടർ സൂ ആണെന്ന് വെച്ചാൽ ഈ ഒരു വൈറസ് കയറുന്നത് തടയാൻ വേണ്ടിയിട്ട് വേറൊരു വഴി കണ്ടെത്തിയേക്കാണ്. അറിയാത്തൊരു കോഡ് ഉണ്ടാക്കാന്ന് വെച്ചാൽ വേറെ ആർക്കും ഇതിലേക്ക് ലോഗിൻ ചെയ്യാൻ പറ്റില്ലല്ലോ. പുതിയൊരു കോഡ് ഉണ്ടാക്കാൻ വേണ്ടി അവർ തീരുമാനിച്ചേക്കാണ്. അതെങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണമെന്നും ആൻമയും വിചാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലൂത്തിങ്ങിനെ കൊല്ലാനായിട്ട് ഇപ്പൊ ആ ഒരു കില്ലർക്ക് ഇരട്ടി ശക്തി കൊടുക്കുകയും അവനെ ഇൻവിസിബിൾ ആക്കുകയും ചെയ്യാണ്. ലൂത്തിങ്ങിനെ ഒരു കില്ലറിനെ കാണാൻ പറ്റിയില്ല. ലൂത്തിങ് അറിയാതെ തന്നെ ആ ഒരു കില്ലർ അവനെ ആക്രമിച്ച് കൊല്ലുകയും ചെയ്യും. എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആൻമയാണെന്ന് വെച്ചാൽ ഡയറക്ടർ സൂവിനോട് ഭയങ്കര ക്ലോസ് ആയിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. അവൾ ഈ സത്യങ്ങളൊക്കെ ഡയറക്ടർ സൂവിന്റെ അടുത്ത് നിന്ന് അറിഞ്ഞതും അവൾ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി പോകുന്നുണ്ട്. ഡയറക്ടർ സൂ ആണെന്ന് വെച്ചാൽ അവൾ എങ്ങനെയെങ്കിലും വളയ്ക്കാൻ വേണ്ടിയുള്ള തന്ത്രപ്പാടിലായിരുന്നു. ഇപ്പൊ ലഞ്ച് ബ്രേക്ക് ആയതുകൊണ്ട് അരമണിക്കൂർ അവൾക്ക് ടൈം ഉണ്ടായിരുന്നു. ഈ അരമണിക്കൂർ കൊണ്ട് ഒരു ഗെയിം ലോകത്തേക്ക് പോയിട്ട് ലൂത്തിങ്ങിനോട് കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞ് അവനെ രക്ഷിക്കണമെന്ന് ആൻമയെ വിചാരിക്കുകയാണ്. അങ്ങനെ അവൾ വാഷ്റൂമിൽ പോയി ഇരുന്നിട്ട് അരമണിക്കൂർ അലാറം വെച്ചുകൊണ്ട് ആ ഒരു ഗെയിം ലോകത്തേക്ക് പ്രവേശിക്കുന്നുണ്ട്. ലൂത്തിങ്ങിനെ ഈ ടൈമിലാണെന്ന് വെച്ചാൽ ആ ഒരു ഇൻവിസിബിൾ ആയ ഒരു കില്ലർ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ലൂത്തിങ് അവനെ കുറെ നേരം അടിക്കുന്നൊക്കെ ഉണ്ട്. അവസാനം ലൂത്തിങ്ങിനെ കൊല്ലാൻ പോകുന്ന ആ ഒരു ടൈമിൽ കറക്റ്റ് ആയിട്ട് ആൻമയെ അവിടേക്ക് വന്നിട്ട് കില്ലറിനെ കത്തിയോണ്ട് കുത്തിയിട്ട് അവിടെ നിന്ന് പറഞ്ഞയക്കുന്നുണ്ട്. അങ്ങനെ കുറെ പ്രാവശ്യമായി ഇപ്പൊ ലൂത്തിങ്ങിനെ ആൻമയെ രക്ഷിക്കുന്നത്. ഡയറക്ടർ സൂ ആണെന്ന് വെച്ചാൽ ഇപ്പൊ ഫുഡ് കഴിക്കുന്നത് ആ ഒരു ലാപ്ടോപ്പിന്റെ മുന്നിലിരുന്നോട്ട് ഉണ്ടായിരുന്നു. ആ സിസ്റ്റത്തിൽ എപ്പോൾ വൈറസ് കയറുന്നോ ആ ഒരു ടൈമിൽ ഡയറക്ടർ സൂ വേറൊരു വിർച്വൽ ഗ്ലാസ് വെച്ചിട്ട് ആ ഒരു ലോകത്തേക്ക് കിടക്കാന്നു. അങ്ങനെ ആരാണ് ഈ വൈറസ് കയറ്റുന്നതെന്നുള്ളത് കണ്ടുപിടിക്കാന്ന് വിചാരിക്കുക. അങ്ങനെ ആൻമയെ അതിന്റെ ഉള്ളിലേക്ക് കയറിയതും വൈറസ് നിറയുന്ന ടൈമിൽ ഡയറക്ടർ സൂ ആണെന്ന് വെച്ചാൽ ആ വിർച്വൽ ഗ്ലാസ് ധരിച്ചുകൊണ്ട് ആ ഗെയിമിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ കില്ലറാണെന്ന് വെച്ചാൽ ആ ഒരു കത്തിയുടെ കുത്തിയിട്ടിട്ട് അവിടെ നിന്ന് പോയേക്കാണല്ലോ. അതുകൊണ്ട് തന്നെ സമാധാനമായിട്ട് ഇരുന്നിട്ട് ലൂത്തിങ്ങും ആൻമയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻമയെ ലൂത്തിങ്ങിനോട് ഒരു നിവൃത്തിയില്ലാതെ സത്യങ്ങളൊക്കെ പറയാണ്. ഇതൊരു ഗെയിമാണെന്നും അതിതൊരു ക്യാരക്ടർ മാത്രമാണ് നീയെന്നും, ഞാൻ ശരിക്കും റിയൽ ലൈഫിലുള്ള ഒരു വുമൺ ആണ്, നിന്നെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നത് ഗെയിമിന്റെ ഭാഗമായിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും കേട്ടിട്ടാണെന്ന് വെച്ചാൽ ലൂത്തിങ് തീരെ വിശ്വസിക്കുന്നില്ല. കാരണം നമ്മളോട് ആരെങ്കിലും ഇപ്പോൾ വന്ന് പറയുകയാണെങ്കിൽ ഇതൊരു ഗെയിമാണെന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും വിശ്വസിക്കുമോ? ശരിക്കും നമ്മൾ ജീവിക്കുന്നത് ഒരു ഗെയിം തന്നെയല്ലേ, ദൈവം നമുക്ക് വേണ്ടി തന്ന ഒരു ഗെയിം. അതുപോലെ തന്നെ ഇപ്പൊ ആൻമയും കമ്പനിയും കൊടുത്ത ഒരു ഗെയിം ആയിരുന്നു ലൂത്തിങ്ങിൻ്റെത്. പക്ഷെ അവനത് വിശ്വസിക്കുന്നേ ഇല്ല. ആൻമയോട് സത്യം പറയാന്ന് പറഞ്ഞാൽ അവൻ ഭയങ്കരമായിട്ട് റേസ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ടൈമിലാണ് കറക്റ്റ് ആയിട്ട് അവിടേക്ക് ഡയറക്ടർ സൂവും വരുന്നത്. ആൻമയെ പ്രവേശിച്ചിട്ടുള്ള ആ സെയിം ആയിട്ടുള്ള ആ ഒരു ഗെയിമിന്റെ ലോകത്ത് തന്നെയാണ് ഇപ്പൊ ഡയറക്ടർ സൂവും പ്രവേശിച്ചേക്കുന്നത്. അവന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ആരാണ് ഈ അറിയാതെ കയറുന്നത് എന്ന് കണ്ടുപിടിക്കാനായിരുന്നു. പിന്നെ ആൻമയോട് സത്യം പറയാന്ന് പറഞ്ഞാൽ അവൻ ഭയങ്കരമായിട്ട് റേസ് ആയിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് അരമണിക്കൂറിന്റെ ആ ഒരു അലാറം അടിക്കുകയാണ്. ആ ഒരു സൗണ്ട് കേട്ടിട്ട് ആൻമയാണെന്ന് വെച്ചാൽ അവിടെ നിന്ന് വേഗം തന്നെ പോവാണ്. ആ ഒരു വിർച്വൽ ഗ്ലാസ് അവൾ അപ്പം തന്നെ എടുത്ത് മാറ്റുന്നുണ്ട്. ഈ ടൈമിലാണ് കറക്റ്റ് ആയിട്ട് അവിടേക്ക് ഡയറക്ടർ സൂവും വരുന്നത്. ലൂത്തിങ് അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കാണുന്നുണ്ട്. ഇതിനോടകം തന്നെ ആൻമയെ അവിടെ നിന്ന് പോയതുകൊണ്ട് ഡയറക്ടർ സൂവിന് മനസ്സിലാവുന്നില്ല ഇതൊക്കെ ചെയ്യുന്നത് ആൻമയാണെന്നുള്ള കാര്യം. എല്ലാം കഴിഞ്ഞ് വാഷ്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ആൻമയിനോട് ഡയറക്ടർ സൂ ആണെന്ന് വെച്ചാൽ പറയുന്നുണ്ട് ആ ഒരാളെ ഞാൻ കണ്ടുപിടിക്കാൻ പോയതാണ്, കുറച്ച് ടൈമിൽ മിസ്സായി പോയി, അല്ലെങ്കിൽ ഞാൻ ആ ഒരാളെ എന്തായാലും കണ്ടുപിടിച്ചേനെ എന്ന് പറയാണ്. അത് കേട്ടതും ആൻമയ്ക്ക് ശ്വാസം നേരെ വീഴാണ്. കാരണം കുറച്ചു നേരം കൂടി അവൾ അവിടെ ഇരുന്നിരുന്നെങ്കിൽ ഡയറക്ടർ സൂവിന് മനസ്സിലായേനെ അത് ആൻമയാണ് എന്നുള്ള കാര്യം. ഡയറക്ടർ സൂവിനോട് ലൂത്തിങ്ങിനെ കൊല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ആൻമയെ പറയാണ് നമുക്കൊരു കാര്യം ചെയ്താലോ, ഇപ്പൊ ആരാണ് കയറുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ലൂത്തിങ്ങിനെ ഒരു റൂമിലിട്ട് പൂട്ടാം. അങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ എന്ന് പറയാം. ആൻമയുടെ പ്ലാൻ എന്താന്ന് വെച്ചാൽ അങ്ങനെ ഒരു റൂമിലിട്ട് പൂട്ടാണെങ്കിൽ തന്നെ ഇപ്പൊ കില്ലർ അവിടേക്ക് വരില്ല, അങ്ങനെ ലൂത്തിങ്ങിനെ കൊല്ലാനും സാധിക്കില്ല. അങ്ങനെ ലൂത്തിങ്ങിനെ കൊല്ലാണ്ടിരിക്കാൻ വേണ്ടിയാണ് ആൻമയെ ലൂത്തിങ്ങിനെ ഒരു റൂമിലിട്ട് പൂട്ടാന്ന് പറയുന്നത്. അതാണെന്ന് വെച്ചാൽ ഡയറക്ടർ സൂവിന് നല്ല ഐഡിയ ആയിട്ട് തോന്നാണ്. ആൻമയെ തന്നെ ആ ഒരു പ്ലാൻ വരച്ചുണ്ടാക്കാണ്. അത് സ്വാൻഡെ കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് പറയാണ്. സ്വതന്ത്രനായിട്ട് നടന്നിരുന്ന ലൂത്തിങ് ആണെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു കൂടാരത്തിന്റെ ഉള്ളിൽ 4 ചുമരിന്റെ ഉള്ളിൽ അടച്ചിട്ടേക്കാണ്. ലൂത്തിങ്ങിന് ഇത് എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് ഒരു ദിവസം എണീറ്റ് അവനാണെന്ന് വെച്ചാൽ 4 ചുമരിന്റെ ഉള്ളിലായിട്ട് നിൽക്കുകയാണ്. അപ്പുറത്തും ഇപ്പുറത്തും മുട്ടി നോക്കിയിട്ട് പോലും അവനക്ക് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനേ പറ്റുന്നില്ല. അങ്ങനെ അവനക്ക് അവിടെ നിന്ന്
പെട്ടെന്ന് പ്രാന്തായിട്ട് അവൻ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഈ ഒരു ദിവസങ്ങളിലാണെന്ന് വെച്ചാൽ ആൻമയ്ക്കും ലൂത്തിങ്ങിൻ്റെ കൂടെ പോകാനായിട്ട് പറ്റില്ല. കാരണം ആൻമയ് എങ്ങാനും ഇതിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഡയറക്ടർ സൂ അത് അറിയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഈ ടൈം ഫുള്ള് ഡയറക്ടർ സൂ ആണെന്ന് വെച്ചാൽ ലൂത്തിങ്ങിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു നിരീക്ഷണത്തിൽ നിന്ന് ഡയറക്ടർ സൂവിന് മനസ്സിലാവാണ് ഈ ഒരു ക്യാരക്ടറിനാണെങ്കിൽ മനുഷ്യന്മാരുടെ ഫീലിങ്സ് എന്തൊക്കെയാണോ അതൊക്കെ പോലത്തെ ഒരു ഫീലിങ്സ് ഒക്കെ ഇയാൾക്കും ഉണ്ട്. കാരണം ലൂത്തിങ്ങിൻ്റെ ദേഷ്യവും വിഷമവും ഒക്കെ അവനിരുന്ന് കാണണമാണല്ലോ. മനുഷ്യൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ലൂത്തിങ് പ്രവർത്തിക്കുന്നതെന്നുള്ളത് ഡയറക്ടർ സൂവിന് മനസ്സിലാവാണ്. ഇങ്ങനെ തന്നെ ഇത് 7 ദിവസം കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു മനുഷ്യനാണെങ്കിൽ മരണ സാധ്യത ഉറപ്പാണ്. അവനക്ക് എന്തായാലും ഭ്രാന്ത് വരുന്നു ഡയറക്ടർ സൂ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്ര ദിവസം ലൂത്തിങ് ആ ഒരു റൂമിൽ ഫുഡില്ലാതല്ല കിടക്കുന്നത്. ഒരു മനുഷ്യനാണെങ്കിൽ 7 ദിവസത്തിനുള്ളിൽ എന്തായാലും മരണപ്പെട്ടു. അപ്പോൾ മിക്കവാറും ലൂത്തിങ് ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് തന്നെ മരിക്കുമെന്ന് ഡയറക്ടർ സൂ പറയുന്നുണ്ടായിരുന്നു. ഇത് പുറത്ത് നിന്നാണെങ്കിൽ ആൻമൈ കേൾക്കാൻ ഇടവരാണ്. അവൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിനെക്കുറിച്ചൊന്നും തിങ്ക് ചെയ്തിരുന്നില്ല. അവളുടെ വിചാരം ആ ഒരു കില്ലറിൽ നിന്ന് എങ്ങനെയെങ്കിലും ലൂത്തിങ്ങിനെ രക്ഷിക്കണം എന്നായിരുന്നു. പക്ഷെ അവൻ ഫുഡ് കിട്ടാതെ മരിച്ചു പോകുന്നൊക്കെ ഇപ്പോൾ ഡയറക്ടർ സൂ പറഞ്ഞപ്പോഴാണ് ആൻമൈ അറിയുന്നത്. എങ്ങനെയെങ്കിലും ലൂത്തിങ്ങിനെ രക്ഷിക്കണം എന്ന് വിചാരിച്ചിട്ട് അവൾ ഒരു അടുത്ത പ്ലാന് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കൂടാരത്തിൻ്റെ ഉള്ളിൽ കിടന്ന് ലൂത്തിങ് ആണെന്ന് വെച്ചാൽ ഇപ്പോഴും ഓരോന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലൂത്തിങ്ങിന് മനസ്സിലാവാണ് ആൻമൈ പറഞ്ഞതൊക്കെ സത്യമാണെന്നും അവനൊരു ഗെയിമിൻ്റെ ലോകത്താണെന്ന്, ആരോ അവനെ കൺട്രോൾ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം അവനക്ക് മനസ്സിലാവാണ്. ആൻമൈ ലൂത്തിങ്ങിനെ രക്ഷിക്കാൻ വേണ്ടി തന്നെ പുതിയ ഒരു ബാക്ക്ഗ്രൗണ്ട് ഡിസൈൻ ചെയ്യാണ്. എന്നിട്ട് അത് പ്രോഗ്രാമറുടെ കയ്യിൽ കൊടുത്തിട്ട് ഡയറക്ടർ സൂ എന്നതാണ് ഇത് വേഗം അപ്ലോഡ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ട് ഒരു ഡിസ്ക് ആ ഒരു പ്രോഗ്രാമറിന് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഡിസ്ക് അപ്ലോഡ് ചെയ്തതും ഇപ്പോൾ 4 ചുമരുകളുടെ ഉള്ളിലായിരുന്ന ലൂത്തിങ് ഇപ്പോൾ ചില്ലുകൾക്ക് ഇടയിലാവാണ്. അതായത് ഇപ്പോൾ ഒരു ഗ്ലാസ് ആണ് അവനെ ചുറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവനക്ക് പുറത്തെ ബാക്ക്ഗ്രൗണ്ടും മരങ്ങളും വെളിച്ചവും വെട്ടവും ഒക്കെ അവൻ്റെ ആ ഒരു റൂമിലേക്ക് വരുന്നുണ്ട്. പോരാത്തതിന് ഇപ്പോൾ ഓരോന്നായിട്ട് അവൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഫുഡ്, വെള്ളം, ഫ്രൂട്ട്സ്, അവനക്ക് എന്താണോ വേണ്ടത് കഴിക്കാനായിട്ട് അതൊക്കെ അവിടെ പ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഡിസൈൻ ചെയ്തത് ആൻമൈ ആയിരുന്നു. ലൂത്തിങ്ങിന് മനസ്സിലാവുന്നുണ്ട് ആൻമൈ എന്തോ ചെയ്തതുകൊണ്ടാണ് ഇപ്പോൾ അവനക്ക് ഇത്രയെങ്കിലും ഒരു സ്വസ്ഥത കിട്ടുന്നതെന്നുള്ളത്. ഇത്ര ദിവസവും ഫുഡും വെള്ളവും ഒന്നുമില്ലാതെ കിടന്ന ലൂത്തിങ് ആണെന്ന് വെച്ചാൽ ആ ഒരു വെള്ളം കാണുമ്പോൾ തന്നെ ആർത്തിയോടുകൂടി തന്നെ കുടിക്കുന്നുണ്ട്. എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയ ഗ്യാപ്പിലാണെന്ന് വെച്ചാൽ ആൻമൈ വേഗം തന്നെ ഈ ഒരു ഗെയിമിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. എന്നിട്ട് ലൂത്തിങ്ങിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ലൂത്തിങ് അവളെ കണ്ടിട്ടും പ്രത്യേകിച്ച് വികാരങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കുകയാണ്. അവനക്കിപ്പോൾ മനസ്സിലായി കഴിഞ്ഞല്ലോ അതൊരു ഗെയിമാണെന്നുള്ള കാര്യം. ഇപ്പം ആൻമൈ എന്ത് പറഞ്ഞിട്ടും ലൂത്തിങ് അത് കേൾക്കാനേ സമ്മതിക്കുന്നില്ല. അവൻ പറയുന്നത് എങ്ങനെയെങ്കിലും ഈ ഡാറ്റ ഫുള്ള് ഡിലീറ്റ് ചെയ്താൽ എന്നെ അങ്ങ് കൊന്നു കളയാനാണ്. നിങ്ങളെ ഇഷ്ടത്തിന് നിങ്ങളൊരു കളിപ്പാവ പോലെയാണ് ഞാനിപ്പോൾ ആടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ജീവിതം എനിക്ക് മടുത്തു തുടങ്ങി. നീ ഇവിടുന്ന് പോകണം. ഇനി ഒരിക്കലും ഇങ്ങോട്ട് വരാനും പാടില്ല. എന്നെ അങ്ങോട്ട് കൊന്നു കളഞ്ഞേക്കാനും പറയാണ് ദേഷ്യത്തോടുകൂടി തന്നെ. ആൻമയ്ക്ക് ഇത് കേട്ട് സങ്കടമാവുന്നുണ്ടെങ്കിലും അധികം നേരം ലൂത്തിങ്ങിൻ്റെ ഒപ്പം ഇരുന്നിട്ട് വർത്തമാനം പറയാൻ പറ്റാത്തതുകൊണ്ട് അവൾ വേഗം അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അവൾ അങ്ങനെ തിരിച്ച് അവളുടെ ലോകത്തേക്ക് വന്നിട്ടും അവൾക്ക് ഒരു തരി ഫുഡ് പോലും കഴിക്കാൻ പറ്റുന്നില്ല. അവൾ രാവിലെയും വൈകുന്നേരം ആ ഒരു സീറ്റിൽ തന്നെ ഇരുന്നുകൊണ്ട് ലൂത്തിങ്ങിനെ എങ്ങനെ രക്ഷിക്കും എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻമയുടെ ഈ മാറ്റങ്ങളൊക്കെ ഡയറക്ടർ സൂ നന്നായിട്ട് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ആൻമയ്ക്ക് ചില സമയം അതായത് ലൂത്തിങ്ങിന് നല്ലത് സംഭവിക്കുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷവും ലൂത്തിങ്ങിന് പൊട്ട സംഭവിക്കുമ്പോൾ അവൾക്ക് ഭയങ്കര ദുഃഖമാണെന്ന് ഡയറക്ടർ സൂവിന് മനസ്സിലാവുന്നുണ്ട്. ലൂത്തിങ്ങിനോട് ഇവൾക്ക് പ്രത്യേകിച്ച് ഭയങ്കരമായിട്ട് എന്തോ ഒരു ഇഷ്ടമുണ്ടെന്ന് ഡയറക്ടർ സൂ മനസ്സിലാക്കാണ്. കുറേ നേരം ഇരുന്ന് ആലോചിച്ച് ആൻമയ്ക്ക് എന്തോ ഒരു ബുദ്ധി ഉദിക്കുകയാണ്. അവൾ പുതിയ ഒരു ഡിസൈൻ ഉണ്ടാക്കിയിട്ട് ആ ഒരു പ്രോഗ്രാമറുടെ കൈ കൊണ്ട് കൊടുത്തിട്ട് ഡയറക്ടർ സൂ തന്നതാണെന്നും വേഗം കയറ്റാനായിട്ട് പറയുന്നുണ്ട്. ആ പ്രോഗ്രാമർക്കും അപ്പം എന്തോ ഒരു ഡൗട്ട് വന്നിട്ട് ഇതെന്തിനാ ഇടക്കിടക്ക് മാറ്റുന്നതെന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും അതെ നീ ഇവിടെ മര്യാദയ്ക്ക് ജോലി മാത്രം ചെയ്താൽ മതി, ചോദ്യങ്ങളൊന്നും വേണ്ടാന്ന് പറഞ്ഞ് ആൻമൈ ഭയങ്കര സന്തോഷത്തോടുകൂടി അവിടെ നിന്ന് പോവുകയാണ്. ലൂത്തിങ്ങിനെ രക്ഷിക്കാനായിട്ടുള്ള എന്തോ ഒരു പ്ലാൻ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. എന്നിട്ട് രാത്രി ടൈം ആയപ്പോൾ ആൻമൈ ആ ഒരു വിർച്വൽ ഗ്ലാസ് വെച്ചിട്ട് ആ ഗെയിമിൻ്റെ ലോകത്തേക്ക് പ്രവേശിക്കുന്നുണ്ട്. ഈ ടൈമോടുകൂടി തന്നെ ആൻമൈ ഡിസൈൻ ചെയ്ത ആ ഒരു ഡിസ്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് അതിൻ്റെ ഉള്ളിൽ ഒരു റൂമൊക്കെ ഉണ്ടായിരുന്നു. ആ റൂമിലാണെന്ന് വെച്ചാൽ ലൂത്തിങ് ഒറ്റയ്ക്കായിരുന്നു. ലൂത്തിങ്ങിൻ്റെ അടുത്തേക്ക് ആൻമൈ പോയിട്ട് അവനെ രക്ഷിക്കാനായിട്ട് ഒരു പ്ലാൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ലൂത്തിങ്ങിനെ പക്ഷേ ഇതൊന്നും വിശ്വാസമാവുന്നില്ലെങ്കിലും ആൻമൈ പറയുന്നതല്ലേ എന്ന് വിചാരിച്ച് അവൻ എന്തായെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ലൂത്തിങ്ങിൻ്റെ രൂപസാദൃശ്യമുള്ള അതേ ഒരാളെ ആൻമൈ ക്രിയേറ്റ് ചെയ്തേക്കാണ്. അയാൾ ഇപ്പോൾ ആ ഒരു റൂമിൽ തന്നെ ഉണ്ട്. അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ലൂത്തിങ്ങിനെ ആ ഒരു റൂമിൽ ഇട്ടുകൊണ്ട് യഥാർത്ഥത്തിലുള്ള ലൂത്തിങ്ങിനെയും കൊണ്ട് അവൾ രക്ഷപ്പെട്ട് അവിടെ നിന്ന് പോകാണ്. ഇപ്പൊ കമ്പനിയിൽ നിന്ന് നോക്കുന്നവരുടെ മുന്നിൽ ലൂത്തിങ് ആ റൂമിൽ തന്നെ ഉണ്ട്. അവനക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ലൂത്തിങ്ങിനെ യഥാർത്ഥത്തിൽ അവൾ രക്ഷിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ലൂത്തിങ്ങിന് ഇഷ്ടപ്പെട്ട ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കുഞ്ഞു വീടും നല്ല ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള ഒരു സ്ഥലം ആൻമൈ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്നു. അതൊക്കെ ലൂത്തിങ്ങിനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ലൂത്തിങ്ങിനും അതൊക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ ലൂത്തിങ്ങിനെ രക്ഷിച്ച ആ ഒരു സന്തോഷത്തിലായിരുന്നു ആൻമൈ. ഇപ്പൊ ആ റൂമിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് ലൂത്തിങ്ങിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഡയറക്ടർ സൂവിന് മനസ്സിലാവാണ് ഇവനക്ക് എന്തോ ഒരു മാറ്റങ്ങൾ ഉണ്ടെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ
ഡ്യൂപ്ലിക്കേറ്റ് ലൂത്തിങ്ങിനാണെന്ന് വെച്ചാൽ ഒരു വികാരവും ഉണ്ടായിരുന്നില്ല. അവനക്ക് ടെൻഷനും ഉണ്ടായിരുന്നില്ല, സാഡും ഉണ്ടായിരുന്നില്ല, ഹാപ്പി ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം, വെള്ളം കുടിക്കുക, അത്ര തന്നെ. അവൻ ഭയങ്കര കൂളായിട്ട് തന്നെ ആ റൂമിൽ ഇരിക്കുന്നുണ്ട്. ഡയറക്ടർ സൂവിന് നല്ല ബുദ്ധിയുള്ളതുകൊണ്ട് തന്നെ ഇവനക്ക് എന്തോ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. എൻ്റെ നിഗമനം ശരിയാണെങ്കിൽ ഇവൻ ഇതിനോടകം തന്നെ വട്ടായി പോയേനെ. പക്ഷെ ഇവനക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് പ്രോഗ്രാമറോട് ഡയറക്ടർ സൂ പറയാണ്. ആൻമയിൽ ലൂത്തിങ് ആണെന്ന് വെച്ചാൽ ഇപ്പോൾ ആ ഒരു ലോകത്ത് ഭയങ്കര സന്തോഷമായിട്ട് തന്നെ നിൽക്കുകയാണ്. അവളെ കമ്പനി വന്നിട്ട് ഇപ്പോൾ ഭയങ്കര സന്തോഷത്തിൽ തന്നെയാണ്. ഡയറക്ടർ സൂ വന്നിട്ട് നീ ഇപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ആൻമയ് ഭയങ്കര കൂളായിട്ട് തന്നെ ഞാനെപ്പോഴും സന്തോഷത്തിൽ തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് മറുപടി കൊടുക്കുകയാണ്. ആ ടൈമിൽ അവിടുത്തെ ഹെഡായ ഫാങ് വന്നിട്ട് ആൻമയ്ക്ക് എന്തോ ഒരു ഓവർ ടൈം ഡ്യൂട്ടി കൊടുക്കുന്നുണ്ട് രാത്രി ഇരുന്ന് ചെയ്യാനായിട്ട്. പക്ഷെ ഡയറക്ടർ സൂവിനെ അതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല. അവളോട് ദേഷ്യപ്പെട്ടിട്ട് ഡയറക്ടർ സൂ പറയാണ്, നിനക്കാകെ ഇവള് മാത്രമേ ഉള്ളൂ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന, വേറെ ആരെങ്കിലോടും പറയേ എന്ന് പറഞ്ഞ് അവളെ ചീത്ത പറഞ്ഞയക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് രാത്രി എന്തോ പാർട്ടി ഉണ്ടെന്നും പറയാണ്. പക്ഷെ പിറ്റേ ദിവസം ലൂത്തിങ്ങിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ആൻമയ്ക്ക് എന്തോ ഒരു സർപ്രൈസ് ലൂത്തിങ്ങിന് കൊടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഈ പാർട്ടി നടക്കുകയാണെങ്കിൽ അന്നത്തെ രാത്രി ലൂത്തിങ്ങിന് ആ ഒരു സർപ്രൈസ് കൊടുക്കാൻ പറ്റില്ല എന്ന് ആൻമയ് വിചാരിക്കുകയാണ്. എന്നാലും ഡയറക്ടർ സൂ നിർബന്ധിച്ചുകൊണ്ട് തന്നെ അവൾ ആ ഒരു പാർട്ടിയിലേക്ക് പോകുന്നുണ്ട്. അവൾ വലിയ മൂഡില്ലാണ്ടൊക്കെയാണ് ഫോണിൽ നോക്കി ഇങ്ങനെ ഇരിക്കുന്നത്. ഡയറക്ടർ സൂ വന്ന് അവളായിട്ട് കുടിക്കുന്നുണ്ട്. അങ്ങനെ കുടിച്ച് ആൻമയ് ഭയങ്കര ഓവറായിട്ട് കുടിക്കുകയാണ്. അവൾക്ക് ബോധമില്ലാണ്ടാവാണ്. ഡയറക്ടർ സൂ അപ്പോൾ അവളെ കെയർ ചെയ്ത് പിടിക്കുന്നൊക്കെ ഉണ്ട്. ആ ടൈമിൽ അവിടുത്തെ ഹെഡായിട്ടുള്ള ഫാങ്ങിനോടുള്ള ദേഷ്യം മുഴുവൻ കുടിച്ച ആ ഒരു ലെവലിൽ ആൻമയ് തീർക്കുന്നുണ്ട്. ആ ഫാങ്ങിനെ ഒരുപാട് ചീത്ത പറയുന്നൊക്കെ ഉണ്ട്. ഫാങ്ങിനും ദേഷ്യം വന്നിട്ട് അവളുടെ കയ്യിലിരിക്കുന്ന ആ ഒരു ലിക്വർ ആണെന്ന് വെച്ചാൽ ഡയറക്ടർ സൂവിന്റെ മുഖത്തേക്ക് ഒഴിക്കുന്നുണ്ട്. പക്ഷെ അവൻ വല്ലാണ്ട് ചൂടാവുന്നില്ല. എന്തായാലും കുടിച്ചുകൊണ്ടിരിക്കുകയല്ല, അവളെ ചീത്ത പറയണ്ട, ഞാൻ എന്തായാലും അവളെ വീട്ടിലേക്ക് ആക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് ആൻമയിനെയും കൊണ്ട് ആൻമയുടെ വീട്ടിലേക്ക് പോവാണ് ഡയറക്ടർ സൂ. അങ്ങനെ ആൻമയിനെ അവിടെ കൊണ്ട് കിടത്തുമ്പോഴാണ് അവളുടെ റൂമിൽ മൊത്തം ലൂത്തിങ്ങിന്റെ ഫോട്ടോ അവൻ കാണുന്നത്. ലൂത്തിങ്ങിനോട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്നുള്ള കാര്യം ഡയറക്ടർ സൂവിന് മനസ്സിലാവുന്നുണ്ട്. ഡയറക്ടർ സൂ ഉറക്കപ്പിച്ചയിലുള്ള ആൻമയിനോട് ലൂത്തിങ്ങിനെ പോലെ നിന്നെ കെയർ ചെയ്യുന്ന, നിന്നെ ഇഷ്ടപ്പെടുന്ന നല്ല ഹാൻഡ്സ് ആയിട്ടുള്ള ആള് ഈ ലോകത്തുണ്ടെങ്കിൽ നീ അവരെ ഇഷ്ടപ്പെടുമെന്ന് ചോദിക്കുമ്പോൾ ആൻമയ് ഓക്കെ ഞാൻ ഇഷ്ടപ്പെടുന്ന ആ ഒരു കുടിച്ച ബോധത്തിൽ പറയുന്നുണ്ട്. എന്നിട്ട് വിളിച്ചു പറയുന്നത് ലൂത്തിങ് തന്നെ ആയിരുന്നു. ഡയറക്ടർ സൂ ചുറ്റും നോക്കുമ്പോഴാണ് ആൻമയുടെ ഒരു ഡ്രസ്സ് ഡയറക്ടർ സൂ കാണാനിടയാവുന്നത്. ഈ ഒരു ഡ്രസ്സിലെ ഡിസൈൻ ആണെന്ന് വെച്ചാൽ അന്നൊരു ദിവസം ഫസ്റ്റ് ആയിട്ട് വൈറസ് കയറിയ ദിവസമില്ലേ, അന്ന് ആൻമയ് ഇട്ടിരുന്ന ആ ഒരു ഡ്രസ്സ് തന്നെയായിരുന്നു. ആ ഒരു ഡ്രസ്സ് ഡയറക്ടർ സൂ നന്നായിട്ട് നോട്ട് ചെയ്തിരുന്നു. ആ കമ്പനിയിൽ ആരും ആഡ് ചെയ്യാത്ത തരത്തിലുള്ള ഡിസൈനുള്ള ഡ്രസ്സ് ആ ഒരു ഗെയിമിൽ പ്രവേശിച്ചിട്ടുണ്ടെന്ന് പറയല്ലേ. ആ പ്രവേശിച്ച ആളുടെ ഡ്രസ്സായിരിക്കും അതെന്ന് അവർ തമ്മിൽ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഡയറക്ടർ സൂവിന് ഇതിനോടകം തന്നെ മനസ്സിലാവാണ് ആൻമയ് ആണ് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാറുള്ളത് എന്ന്. ആ ഗെയിമിന്റെ ലോകത്താണെന്ന് വെച്ചാൽ ആൻമയ് ലൂത്തിങ്ങിന് എന്തോ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞേക്കായിരുന്നല്ലോ. വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ലൂത്തിങ്. പക്ഷെ അവിടേക്ക് വന്നത് നൈനയായിരുന്നു. ഒരു കേക്ക് കൊണ്ടാണ് നൈന വരുന്നത്. നൈന ലൂത്തിങ്ങിനോട് ഇഷ്ടമാണെന്ന് തുറന്നടിച്ച് പറയുന്നുണ്ടെങ്കിലും ലൂത്തിങ്ങിന് ആൻമയിനാണ് ഇഷ്ടമെന്ന് അവനും പറയാണ്. അങ്ങനെ ചായയിൽ എന്തോ ഒരു മയക്കുമരുന്ന് കലക്കിക്കൊണ്ട് ലൂത്തിങ്ങിനെ ഉറക്കി കിടത്താണ് നൈന. എന്നിട്ട് അവനെ കെട്ടിയിട്ടേക്കാണ് ഇപ്പോൾ. ലൂത്തിങ്ങിനോട് നൈനക്ക് അവനെ ഒരുപാട് ഇഷ്ടമാണെന്നും ഇത്ര വർഷമായിട്ട് ഞാൻ നിനക്ക് വേണ്ടിയാണ് എല്ലാം ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇഷ്ടം രണ്ടുപേർക്കും കൂടി തോന്നേണ്ടതാണ്. എനിക്ക് ആൻമയിനെ ഭയങ്കര ഇഷ്ടമാണ്, അവളെ മറക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറയാണ്. ലൂത്തിങ്ങിനെ എത്ര പറഞ്ഞാലും മനസ്സിലാവുന്നതെന്ന് മനസ്സിലാക്കി നൈനാണെന്ന് വെച്ചാൽ അവൻ്റെ കെട്ടൊക്കെ അയച്ചു വിടുന്നുണ്ട്. ആൻമയ് ഇപ്പോൾ കുടിച്ച് ബോധമില്ലാണ്ട് കിടക്കല്ല. അങ്ങനെ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും അവൾക്ക് ബോധം വരുന്നുണ്ട്. അവൾ പെട്ടെന്ന് തന്നെ ഇന്ന് ലൂത്തിങ്ങിന്റെ ബർത്ത്ഡേ ആണല്ലോ എന്ന് ആലോചിച്ചിട്ട് ഒരു അലാറം പോലും സെറ്റ് ചെയ്യാതെ ആ വിർച്വൽ ഗ്ലാസ് വെച്ചിട്ട് ഒരു ഗെയിമിന്റെ ലോകത്തേക്ക് പോകാണ്. അങ്ങനെ ലൂത്തിങ് ഉള്ള ആ ഒരു വീട്ടിൽ വന്ന് നോക്കാന്ന് വെച്ചാൽ ലൂത്തിങ്ങിനെ അവിടെ കാണുന്നില്ല. കാരണം നൈന അവനെ തട്ടിക്കൊണ്ട് പോയേക്കല്ലേ. കുറെ നേരം ആൻമയ് അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കുറെ കഴിഞ്ഞിട്ട് ലൂത്തിങ് അവിടേക്ക് വരുന്നുണ്ട്. ആൻമയ് എന്ന് വെച്ചാൽ കേക്കൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ട് അവന്റെ ബർത്ത്ഡേ ആഘോഷിക്കാനുള്ള ആ ഒരു ധൃതിയിലാണ്. താടിക്ക് കൈ കുത്തി ആൻമയ് അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ലൂത്തി വന്ന് നോക്കുന്നതും കിടന്നുറങ്ങുന്ന ആൻമയിനെയാണ് കാണുന്നത്. അവൻ ഭയങ്കര ഇഷ്ടത്തോടുകൂടി തന്നെ ആൻമയിനെ നോക്കിയിരിക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും സന്തോഷത്തോടുകൂടിയൊക്കെ കേക്ക് മുറിച്ച് അങ്ങനെ ഭയങ്കര സന്തോഷത്തോടുകൂടി അവിടെ ജീവിക്കുകയാണ്. അലാറം വെക്കാത്തതുകൊണ്ട് തന്നെ കുറേ ടൈമായി ഇപ്പം ലൂത്തിങ്ങിന്റെ അടുത്ത് ആൻമയ് ഉള്ളത്. അവർ രണ്ടുപേരും ഒന്നിച്ച് കിടന്ന് ഉറങ്ങുന്നുണ്ട്. പിറ്റേ ദിവസം വെളുപ്പിന് തന്നെ എണീക്കുന്നുണ്ട്. ഈ ടൈം ആ ശരിക്കുള്ള ലോകത്താണെന്ന് വെച്ചാൽ ആൻമയ് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുറേ നേരമായി ഇപ്പം ആൻമയ് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത്. കമ്പനിയിലാണെന്ന് വെച്ചാൽ അവൾ ലീവ് പോലും പറയാതെ കമ്പനിക്ക് വരുന്നേ ഇല്ല. ഡയറക്ടർ സൂ അപ്പോൾ ടെൻഷനായിട്ട് ആൻമയിനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷെ ആൻമയ് ഫോൺ സൈലന്റിൽ ഇട്ട കാരണം ആ ഒരു ഫോൺ റിങ് ചെയ്യുന്നത് അറിയുന്ന പോലും ഇല്ല. അങ്ങനെ ഡയറക്ടർ സൂവും ആൻമയുടെ അനിയനും വന്നിട്ട് അവളുടെ റൂമിൽ കയറി നോക്കുമ്പോൾ ബോധമില്ലാതെ കിടക്കുന്ന ആൻമയിനെയാണ് കാണുന്നത്. എത്ര വിളിച്ചിട്ട് അവൾ എണീക്കുന്നേ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്ര നേരമായില്ല അവൾ ആ ഗെയിമിന്റെ വേൾഡിൽ ജീവിക്കുന്നത്. അതുപോലെ തന്നെ അവൾ ഭയങ്കര ഹാപ്പിയാണ് അവിടെ. അവളുടെ ആ ഒരു കോൺഷ്യസ് മൈൻഡിനാണെന്ന് വെച്ചാൽ തിരിച്ച് ബാക്കിലോട്ട് വരണമെന്നില്ല, അവളുടെ സ്വന്തം ലോകത്തേക്ക് വരണമെന്നില്ല. അതുകൊണ്ട് തന്നെ അവളുടെ ആത്മാവിന് സ്വന്തം ലോകത്തേക്ക് വരാനേ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ആൻമയ് മരിക്കാനായ നിലയിലാണ്. അവൾക്ക് കണ്ണ് തുറക്കാനൊന്നും പറ്റുന്നില്ല. ഇതൊക്കെ ശരിക്കും ആ ഗെയിമിന്റെ ലോകത്താണെന്ന് വെച്ചാൽ അവളുടെ ബോഡിയിൽ എന്തോ ഒക്കെ ചേഞ്ച് വരുന്നത് ആൻമയ് അറിയുന്നുണ്ട്. ആൻമയ്ക്ക് അപ്പോൾ മനസ്സിലാവാൻ അലാറം വെച്ചിട്ടുമില്ല, ഇത്ര ടൈമായി ഇവിടെ തന്നെ ഇരിക്കുന്നത്, എന്തോ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അഥവാ ഞാൻ ആ ലോകത്ത് മരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്നും വാനിഷ് ആവുമെന്ന് അവൾ പറയാണ്. ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ ആൻമയ്ക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷെ അവളുടെ ബോഡി വീക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി 3 ദിവസം കൂടി അവൾ എണീക്കാതിരുന്നാൽ അവൾ എന്തായാലും മരിച്ചു പോകുമെന്ന് ഡോക്ടറും പറയാണ്. അങ്ങനെ ഡയറക്ടർ സൂ
അവളെ എണീപ്പിക്കാനായിട്ട് കുറേ നേരം അവളെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു പ്രോഗ്രാമർ എന്ന് വെച്ചാൽ കമ്പനി പോയിട്ട് ആൻവേ ഇപ്പോൾ ആ ഒരു ലോകത്ത് എവിടെയാണ് ഉള്ളതെന്ന് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി പോയേക്കാണ്. ഈ ടൈമിൽ ഇതൊക്കെ ഭയങ്കര ഒരു പോസിറ്റീവായി എടുത്തുകൊണ്ട് ഡയറക്ടർ ഫാങ് വിചാരിക്കുകയാണ് അഥവാ ആൻമേ മരിച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്ടർ സൂയിൻ അവൾക്ക് കിട്ടുമെന്നും ആൻമയുടെ ഒരു പ്രശ്നവും ഇനി ഉണ്ടാവില്ല എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ കമ്പനി ഹെഡായ ഫാങ്ങും ആ ഒരു കമ്പനിയിലേക്ക് പോകുന്നുണ്ട്. ഈ ടൈം ആൻമയും ലൂത്തിങ് ആണെന്ന് വെച്ചാൽ ലൂത്തിങ്ങിനെ അടച്ചിട്ടിരുന്ന ആ ഒരു വീടില്ലേ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ ഈ കമ്പനിയിലുള്ളവർക്ക് അവരെവിടെയാണ് ഉള്ളതെന്നുള്ള കാര്യം ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ലൂത്തിങ്ങിനെ അടച്ചിട്ട് ആ ഒരു വീട്ടിലേക്ക് പോകുന്ന ടൈമിൽ പെട്ടെന്നുള്ളൊരു കടൽ തീരത്താണ് എത്തുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ആ കമ്പനി ഹെഡായ ഫാങ് ആണെന്ന് വെച്ചാൽ ഡയറക്ടർ സൂവിൻ്റെ ആ ഒരു വിർച്വൽ ഗ്ലാസ് വെച്ചുകൊണ്ട് ഈ ഒരു ഗെയിമിലേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങനെ നെയ്നയുടെ രൂപത്തിലാണ് ഇപ്പം ആ കമ്പനി ഹെഡായ ഫാങ് വരുന്നത്. ലൂത്തിങ്ങിനെ കൊല്ലാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് തന്നെ ലൂത്തിങ് അവളെ അടിച്ചു വീഴ്ത്തുന്നതുകൊണ്ട് നെയ്ൻ അവിടെ വീണ് പോവാണ്. അപ്പോഴാണ് ആൻമയുടെ ലൂത്തിങ്ങിന്റെ മുന്നിൽ യഥാർത്ഥ രൂപത്തിൽ ആ ഒരു ഹെഡായ ഫാങ് വരുന്നത്. അങ്ങനെ ഫാങ് ലൂത്തിങ്ങിനെ കൊല്ലാനായിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നെയ്ന ഇത് കണ്ടോണ്ട് എണീറ്റ് വന്നിട്ട് നെയ്ൻ ലൂത്തിങ്ങിനെ കൊല്ലാതിരിക്കാൻ വേണ്ടി അവരുടെ ഇടയിൽ കയറുമ്പോൾ നെയ്ൻ അങ്ങനെ കൊല്ലപ്പെടുന്നുണ്ട്. ആൻമേനെ ഇപ്പോൾ ഒരു ചില്ലും കൂട്ടിൻ്റെ ഉള്ളിൽ അടച്ചിട്ടേക്കാണ് പുറത്ത് വരാതിരിക്കാൻ വേണ്ടി. കമ്പനി ഹെഡായ ഫാങ്ങിന്റെ കയ്യിൽ ഒരു പേന ഉണ്ടായിരുന്നു. ആ പേനയാണ് ഈ ഗെയിം ലോകത്തെ എല്ലാം നിശ്ചയിക്കുന്നത്. ആ ഒരു പേന ഉണ്ടെങ്കിൽ തന്നെ ഈ ഗെയിം ലോകത്തിനെ മൊത്തമായിട്ട് നശിപ്പിക്കാനായിട്ട് പറ്റും. പ്രോഗ്രാമർ എന്ന് വെച്ചാൽ ഇപ്പോൾ ആൻമേ എവിടെയാണുള്ളതെന്നുള്ളത് ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡയറക്ടർ സൂയിനോട് പറയാനായിട്ട് അവൻ എണീറ്റ് പോകുന്ന വഴിക്കാണ് ഡയറക്ടർ സൂയിന്റെ റൂമിൽ ഈ ഹെഡായ ഫാങ് ആണെന്ന് വെച്ചാൽ ഈ വിർച്വൽ ഗ്ലാസ് വെച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നത്. അവനാണെന്ന് വെച്ചാൽ ആ വിർച്വൽ ഗ്ലാസ് ഊരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആ കമ്പനി ഹെഡ് ഫാങ്ങിന്റെ ആളായിട്ടുള്ള ഒരാൾ ഇവനെ തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കഷ്ടപ്പെട്ട് ലൂത്തിങ്ങിനെ കൊല്ലും എന്നുള്ള ആ ഒരു അവസരം വന്നപ്പോൾ ഇഷ്ടപ്പെട്ട ആ വിർച്വൽ ഗ്ലാസ് അവന് ആ പ്രോഗ്രാമർ ഊരിയെടുക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ ഒരു പെന്ന് ലൂത്തിങ്ങിന്റെ കയ്യിലും വരുന്നുണ്ട്. ഫാങ് ആണെന്ന് വെച്ചാൽ അവിടെ നിന്ന് അപ്രതീക്ഷിതമായി പോകുന്നുണ്ട്. ഇപ്പോഴും ആൻമയ ആ ഒരു ചില്ലുംകൂട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുകയാണ്. ഇനി അധികകാലം ലൂത്തിങ് ജീവിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ അത് ആൻമയുടെ ജീവിതത്തിന് അപകടമാണെന്ന് മനസ്സിലാക്കിയ ലൂത്തിങ് ആ ഒരു പേന വെച്ചുകൊണ്ട് ആ ഒരു ഗെയിമിൻ്റെ ലോകം മുഴുവൻ നശിപ്പിക്കുകയാണ്. അവൻ അങ്ങനെ മരിച്ചും പോകുന്നുണ്ട്. ആൻമേനെ കൊണ്ട് അവൻ പ്രോമിസ് അയക്കുന്നുണ്ട് അവളുടെ ലോകത്തേക്ക് തിരിച്ചു പോയാലും അവൾ ഭയങ്കര സന്തോഷവതി തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം. അങ്ങനെ ആൻമയെ ഹോസ്പിറ്റലിൽ കിടക്കാണ്. കോമ സ്റ്റേജിലായിരുന്നു. ഇപ്പോൾ അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരുന്നുണ്ട്. അവളുടെ അമ്മയും അനിയനും ഡയറക്ടർ സൂവും അവളുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ആൻമയെ കണ്ണ് തുറക്കാണ്. ഡയറക്ടർ സൂവിനും അമ്മക്കും അനിയനും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു. ഡയറക്ടർ സൂ ആണെന്ന് വെച്ചാൽ ഗെയിമിന്റെ വേറെ വേറെ കമ്പനികൾ ഇടാണ്. അതിലാണെന്ന് വെച്ചാൽ ആൻമയ്ക്ക് വലിയ വലിയ ഓപ്പർച്യൂണിറ്റീസും കൊടുക്കുകയാണ്. അങ്ങനെ ആൻമയെ അവളുടെ ജീവിതം മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളും ഇല്ല. അവൾ ലൂത്തിങ്ങിനെ മറന്നിട്ടില്ലെങ്കിലും അവളുടെ ജീവിതം ഹാപ്പി ആയിട്ട് തന്നെ അവൾ ജീവിക്കുന്നു. ഫാളിങ് ടു യുവർ വേൾഡ് എന്ന് പറഞ്ഞ ആ ഡ്രാമ ഫുള്ളായിട്ട് അവസാനിക്കുകയാണ്. ഈ ഡ്രാമ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.